لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد ഓതിയിട്ട് തുടങ്ങിയാലോ? അതെ, ആരാ ഓതുക? നാൽപ്പത്തൊന്ന്, 42, 43, 44 നാലായത്തുകൾ. യൂനിസ തുടങ്ങിക്കോ. ഇൻഷാല്ലാ. ഒരു മിനിറ്റ്. ആ വ്യക്തമാവണേ, ഹംസ. ذُرِّيَّ നുഗ്രിഖ് ഖാഫിന് സുക്കൂനാണ്. ഒന്നുകൂടെ. ഈ ഷദ്ദുള്ള അക്ഷരം വളരെ ശ്രദ്ധിച്ചോദണം. കാരണം നമ്മൾ ഫസ്റ്റ് തുടക്കത്തിലുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുമ്പം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പാപകരമായ തെറ്റിൽപ്പെട്ടതാണ് ഷദ്ദുള്ള അക്ഷരത്തിന് ഷദ്ദ് കൊടുക്കാതെ ഓതുക എന്നുള്ളത്. കാരണം ഷദ്ദ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന രണ്ട് ഹർഫുകളുണ്ട് ഓൾറെഡി. ആദ്യത്തേന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും ഉണ്ടാവും. സുക്കൂനുള്ളതിനെ രണ്ടാമത്തേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഓതുന്നതാണ് ഷദ്ദ് വരുന്നത്. അപ്പം ഷദ്ദ് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? ഒരക്ഷരം വിട്ട പോലെയാവും. അപ്പം ആദ്യത്തെ ആയത്തൊന്നും ഒരു 41-ാമത്തെ ആയത്ത്. വആയത്തുല്ലഹു ദുർരിയ്യതഹും. അവിടെ റായിനും ശബ്ദുണ്ട്, യാഇനും ശബ്ദുണ്ട്. ദുർരിയ്യതഹും. ഇനി ആരാ? ഈ സൂറത്തുൽ മാഊനിൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ, അവിടെ അധികം ആൾക്കാർ ആ ഐൻ്റെ ഷദ്ദ് പറയില്ല. യദുഉൽ യതീം അല്ല, യദുഉ. അതേപോലെ ഷദ്ദ് വളരെ ശ്രദ്ധിക്കണം. മാഷാ അല്ലാഹ്. وآية لهم أنا حملنا ذريتهم في الفلك المشحون
السلام الله. ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. മാഷാ അല്ലാഹ്. സാദ് അത്ര ഒരു ക്ലിയർ ആവാത്ത പോലെ ഉണ്ടല്ലേ. ഹക്കീമ മാത്രമല്ല അധികവും ഇപ്പോഴും നമ്മൾ ആ പഴയ സ്റ്റൈലിൽ സ്വ വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. സാദ് സുൻ അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അത് ഉറക്കെ പറയും വേണം, അല്ലാണ്ട് അക്ഷരം പുറത്തേക്ക് വരില്ല. ആദ്യമുള്ള കസേരകൾ ഫുള്ളാക്കിയാലോ, അപ്പോഴല്ലേ മജ്ലിസിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ത്വാ അല്ല ത ആ പറഞ്ഞ് പഠിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതന്നെ ത്വാഹ അല്ലേ, ത്വാഹ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വെച്ചാൽ നമ്മളെ പോലത്തെ ആമികളായ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു സമാധാനം തരുന്ന അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതായത് ഉച്ചാരണം തെറ്റിയാലും ആ ഒരു ശബ്ദം ചേരുന്നെങ്കിൽ അല്പം സമാധാനിക്കാം. അതൊക്കെ നമുക്കൊരാശ്വാസമുള്ള വാക്കാണ്. ഇനിയുണ്ടാ മടിയാണേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹു പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസുണ്ട്. ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലുഹു ഫിദ്ദുനിയ. ഇഖ്റ. രണ്ട് സാധനങ്ങളാണ് നാളെ നമ്മളോട് വായിക്കാൻ വേണ്ടി പറയാം. ഒന്ന് നമ്മളെ ചുമലിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കിതാബ്, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. രണ്ടാമത് വായിക്കാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇഖ്റ വർതഖി, ഓതുക, കയറുക, സ്വർഗത്തിൻ്റെ ദറജാത്തുകൾ കയറുക. എവിടെയാണോ അവസാനം ഓതി അവസാനിപ്പിക്കുന്നത് അതായിരിക്കും നിൻ്റെ സ്വർഗത്തിലുള്ള സ്ഥലം. അപ്പം അവിടെ ഓതുമ്പം തെറ്റുന്ന പോലത്തെ നാണക്കേട് എന്തായാലും ഇവിടെ ഓതിയാൽ വേണ്ടതില്ല. ദുനിയാവിലെ നാണക്കേട് വിഷയമല്ല, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലാണ് ശരിക്കുള്ള നാണക്കേട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. മൂന്ന് തരത്തിലാണ് കിതാബ് കൊടുക്കുക. ഒന്ന് ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, രണ്ട് ബിഷിമാലി, മൂന്ന് മിൻ വറാഇ ദഹരി. ഇങ്ങനെ മുമ്പൊന്നും കൊടുക്കൂല, മിൻ വറാഇ ദഹരി. അല്ലാഹു കാക്കട്ടെ. തിന്മൻ്റെ ഇത് കുറച്ചും കൂടി കൂടിയതായിരിക്കും. ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ സ്വയം നമ്മളെ വിചാരണ ചെയ്യുക. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൊണ്ടുണ്ട്, ആ വലിയ പ്രദർശനം വരുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ ഭംഗിയാക്കിക്കോളൂ. കാരണം പ്രദർശിപ്പിക്കപ്പെടും നമ്മളും നമ്മളെ അമലും എല്ലാം. ആ സമയത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന അമല് നല്ല സീനത്തുള്ള ഒളിയുന്ന അമലാവാൻ ഇവിടെ തന്നെ ശ്രമിച്ചോളൂ. ഖൈർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ യാസീൻ്റെ 41-ാമത്തെ ആയത്ത് തൊട്ട് മറ്റൊരു ആയത്ത് പറയാണ്. നമ്മളത് ഓതിയല്ലേ, തജ്വീദൊക്കെ പറഞ്ഞല്ലേ, ബാക്കി പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കി ഒന്ന് ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون.
وخلقنا لهم من مثله ما يركبون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين بس അർത്ഥം നോക്കിക്കോളൂ വആയത്തുൽ ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. ഒന്ന് പറഞ്ഞു പോവാം. അന്നാ ഹമൽന നാം വഹിച്ചിരിക്കുന്നു, ദുദ്ദിയതഹും അവരുടെ പിതാക്കളെ. അതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങൾ നമുക്ക് പറയാം. ഫിൽ ഫുൽക്കി കപ്പലിൽ, അൽ മഷ്ഹൂൻ നിറക്കപ്പെട്ടതായ കപ്പലിൽ അവരുടെ പിതാക്കളെ നാം വഹിച്ചതും അവർക്ക് ദൃഷ്ടാന്തമാകുന്നു. വഖലഖ്ന നാം സൃഷ്ടിക്കുകയും ചെയ്തു, ലഹും അവർക്ക് വേണ്ടി, മിമ്മിസ്ലിഹി അതിനെ പോലോത്തതിനെ, ഏതിനെ? ഫുൽക്ക്, ആ കപ്പല് പോലോത്തതിനെ ഞാൻ സൃഷ്ടിച്ചു. മാ യർക്കബൂൻ അവർക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ. റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുന്നതിൻ്റെ വാക്കാണ് റക്കിബ. വാഹനത്തിന് എന്താ പറയാ? അല്ല, അത് കാറിന് പറയുന്നതാണ്. മൊത്തത്തിൽ വാഹനത്തിന് മർക്കബ്, കയറുന്ന സാധനം അല്ലെങ്കിൽ കയറുന്ന സ്ഥലം എന്നർത്ഥത്തിൽ റക്കിബ. ഇപ്പോൾ വാഹനത്തിലേക്ക് നിങ്ങൾ കയറൂ എന്ന് പറയാൻ അറബിയിലുള്ള പ്രത്യേക പദമാണ് ഇർക്കബ്. ആര് പറഞ്ഞ പോലെ? ഇർക്കബ് കേട്ടിട്ടേ? നൂഹ് നബി മോനോട് യാ ബുനയ്യർകബ് മഅന, മോനെ നമ്മളുടെ കൂടെ കപ്പലിൽ കയറൂ. വാഹനത്തിൽ കയറുന്നതിനാണ് ആ പദം പ്രയോഗിക്കുക. റക്കിബ യർക്കബു. അപ്പം അർത്ഥം നോക്കിക്കോളൂ. വഖലഖ്ന നാം സൃഷ്ടിക്കുകയും ചെയ്തു, ലഹും അവർക്ക് വേണ്ടി, മിമ്മിസ്ലിഹി അതുപോലോത്തതിൽ നിന്ന്, മാ ഒന്നിനെ, വാക്കർത്ഥം പറഞ്ഞാൽ അങ്ങനെ, ഒന്നിനെ നാം സൃഷ്ടിച്ചു, യർക്കബൂൻ അവർക്ക് സഞ്ചരിക്കുവാൻ. അവർക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ അതുപോലോത്തതിനെ അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തു. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ പറഞ്ഞില്ലേ അധികാരത്തിൻ്റെ വാക്കാണ്, അത് ഫുൾ പവറുള്ള പരമാധികാരിയുടെ വർത്താനാണ്. വഇന്നശ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, നുഗ്രിഖുഹും ഗറക്ക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുക, അഗറക്ക എന്ന് പറഞ്ഞാൽ മുക്കുക, നുഗ്രിഖു എന്ന് പറഞ്ഞാൽ നാം മുക്കും, ഹും അവരെ. അപ്പോൾ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നുഗ്രിഖുഹും നാം അവരെ മുക്കി നശിപ്പിക്കുമായിരുന്നു. കപ്പലിനെ പറ്റിയല്ലേ പറയുന്നത്? അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കല്ലേ ഒരു പാത്രം പോലെ, അത് ഞാനാ പിടിച്ചു വെക്കുന്നത്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നുഗ്രിഖുഹും അവരെ നാം മുക്കുമായിരുന്നു. ഫലാ സരീഖ അപ്പോൾ സഹായി ഉണ്ടാവുകയില്ല. സരീഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും അട്ടഹാസം എന്നാണ് അതിൻ്റെ അർത്ഥം. മുങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യും? അട്ടഹസിക്കും. ആ അട്ടഹാസം കേട്ടിട്ട് വന്ന് അയാളെ സഹായിക്കാനുള്ള ഒരാളുണ്ടാവില്ല എന്നാ പറയുന്നു. ഫലാ സരീഖ അപ്പോൾ അവർക്ക് ഒരു സഹായി, ഫലാ സരീഖ അപ്പോൾ സഹായി ഉണ്ടാവുകയില്ല, ലഹും അവർക്ക്, ആ കപ്പൽ മുങ്ങുമ്പം അതിലുള്ളവർക്ക്. വലാഹും അവരല്ല, യുൻഖദൂൻ രക്ഷപ്പെടുന്നവരും അല്ല, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തപ്പെടുന്നവരും അല്ല. മജ്ഹൂലാണ്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് രക്ഷപ്പെടുത്താനൊട്ട് സാധിക്കൂല. യുൻഖദ എന്ന് പറഞ്ഞാൽ മജ്ഹൂല്, മനസ്സിലായോ? എന്തായാലും മലയാളത്തിൽ പറയാ?
ചെയ്യുക, ചെയ്യപ്പെടുക. ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്ത ആളെ നമുക്കറിയാം. ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഫായിൽ പറയപ്പെടാത്ത ഫിയൽ. ഓ ഇംഗ്ലീഷ് അമ്മിണിയും കല്യാണം എല്ലാം കേട്ട് പരിചയമുണ്ട്. കർമ്മിണി അതന്നെ, അങ്ങനെ എന്തെല്ലാം ഉണ്ട് സംഭവം. അതായത് ഫായിലിനെ പറയപ്പെടാത്ത ഫിയല്. അപ്പൊ അവിടെ ആരാണ് സഹായിക്കുക എന്തൊന്നും അറിയില്ല. വലാഹും അവരല്ല യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവരും അല്ല, അഥവാ ആർക്കും രക്ഷപ്പെടുത്താനും സാധിക്കൂല. ഒരു സഹായിയും ഇല്ല, അവരൊട്ട് രക്ഷപ്പെടാനും പോകുന്നില്ല. ഓ ഫോണ ഒന്നുകൂടെ. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നുഗ്രിഖ്ഹും അവരെ നാം മുക്കുമായിരുന്നു. ഫലാ സരീഖ അപ്പോൾ സഹായി ഉണ്ടാവുകയില്ല. ലഹും അവർക്ക്. വലാഹും അവരല്ല. യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവരും അല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷപ്പെടുന്നവരും അല്ല. ഇല്ലാ റഹ്മതൻ കാരുണ്യമായിട്ടല്ലാതെ. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ്? എൻ്റെ കാരുണ്യമാണ്. ഇല്ലാ റഹ്മതൻ റഹ്മത്തായിട്ടല്ലാതെ. മിന്ന നമ്മിൽ നിന്നുള്ള. മിന്ന നമ്മിൽ നിന്നുള്ള റഹ്മത്തായിട്ടല്ലാതെ. വമതാഅൻ ജീവിതോപാധിയും ആയിട്ടല്ലാതെ. അതായത് അവര് കുറച്ചും കൂടി ദുനിയാവിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടുത്തുന്നു, അവർക്ക് ജീവിതം ബാക്കിയുള്ളത് കൊണ്ട്. വമതാഅൻ ജീവിതോപാധിയും ആയിട്ടല്ലാതെ. ഇലാഹീൻ ഒരു സമയം വരെ. ഹീൻ ആരിപ്പാ? ഹീൻ നിശ്ചിത സമയം. ഇലാഹീൻ നിശ്ചിത സമയം വരെ. അതായത് നമ്മളുടെ റഹ്മത്ത് കൊണ്ടും അവന് ഇനിയും കുറച്ചും കൂടി ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് കൊണ്ടും അവരെന്ത് ചെയ്യാണ്? രക്ഷപ്പെടുകയാണ്. അല്ലാണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മാത്രമല്ല ഇനി അങ്ങനെ രക്ഷപ്പെട്ടാൽ തന്നെ ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ അവർക്ക് ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ എന്തായാലും അവർ മരിക്കും. ഫഹിംതും? സമയം ഹീൻ വഖ്ത് നിശ്ചയിക്കപ്പെട്ട സമയം. ഖുർആനിൽ പല ഭാഗത്ത് ആ ഹീൻ വന്നിട്ടുണ്ട്. അധികവും വരിക മരണത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. ഇലാഹീൻ എന്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏതുവരെയുള്ളൂ? ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെ. അർത്ഥം മനസ്സിലായോ? ഒന്നുകൂടെ. ഇല്ലാ റഹ്മതൻ റഹ്മത്തായിട്ടല്ലാതെ. മിന്ന നമ്മിൽ നിന്നുള്ള. വമതാഅൻ ജീവിതോപാധിയുമായിട്ടല്ലാതെ. ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെ. ഒരു നിശ്ചിത സമയം വരെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നതിനാലും നമ്മുടെ റഹ്മത്ത് അവർക്ക് ലഭിച്ചു എന്നതിനാലും മാത്രമാണ് അവർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് രക്ഷ കിട്ടുമായിരുന്നില്ല. അവരോട്ട് സഹായിക്കാൻ ആർക്കും പറ്റുകയും ഇല്ല. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. തിലാവത്ത് വആയത്തുൽ ലഹും തൻവീന് ശേഷം ലാം വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അതായത് വആയത്തുൻ എന്ന തൻവീനിന്റെ നൂൻ പ്രകടമായി കൂടാ. അതിനെ ലാമിലേക്ക് ഒട്ടിച്ചിട്ട് വആയത്തുൽ ലഹും. പിന്നെ വആയത്തുൽ ലഹും സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നു. ഇദ്ഹാർ ശഫവി. ആ മീമിനെ വ്യക്തമാക്കണം. ഇപ്പൊ വആയത്തുൽ ലഹും മീമി ശരിക്കും പറയണം. ലഹും ചേർത്ത് പറയാതെ. അതിനുശേഷം അന്ന നൂന് ശബ്ദം വന്നാൽ മണിക്കണം ഗുന്നയോടെ. വആയത്തുൽ ലഹും അന്നാ ഹമൽന ഹ തൊണ്ടയുടെ മധ്യത്തുനിന്ന് വരണം. ഹമല്ല ഹമല്ല ശരിയാവില്ല. അമല്ല അവൻ ശരിയാവില്ല. പിന്നെ ദുര്രിയ്യ ഒന്നാമത്തേത് ദാല്. പിന്നെ റാഇന് ശദ്ദുണ്ട്.
കെസ്റായത് കൊണ്ട് തർക്കീഖ് ലഘൂകരിച്ച് ദുദ്ദി. ശേഷമുള്ള യാഇനും ശബ്ദമുണ്ട്, ദുദ്ദിയ ദുദ്ദിയ. റായിനും ശബ്ദം കൊടുക്കണം, യാഇനും ശബ്ദം കൊടുക്കണം. ദുദ്ദിയതഹും വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുദ്ദിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ഫിൽ ഫുൽക്കി രണ്ട് ഫ, മുകളിലത്തെ മുമ്പലിൻ്റെ താഴ്ഭാഗം, താഴത്തെ ചുണ്ടിൻ്റെ നനവുള്ള ഭാഗത്ത് തട്ടാം. ഫി ഫിൽ ഫു ഫിൽ ഫുൽക്കി. പിന്നെ അൽ മശ്ഹൂൻ, മശ്ഹൂൻ എന്ന് പറയൂല, കാരണം കൽക്കലൻ്റെ അക്ഷരം അല്ലാത്തത് കൊണ്ട് അങ്ങ് എഴുതി പോണം. മശ്ഹൂൻ. ഷീന് ശേഷമുള്ളത് ഹായാണ്. മശ്ഹൂൻ 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 പറ്റൂല. മശ്ഹൂൻ. നിർത്തുമ്പോൾ മദ് ആരിൻ സുക്കൂൻ, കുറച്ച് നീട്ടി വഖഫ് ചെയ്യണം. അപ്പോൾ ഒതുക്കും. وآية لهم أنا حملنا ذريتهم أنا حملنا ذريتهم في الفلك المشحون. ഫുൽക്കി എന്നൊന്നും വായിപ്പോരുതേ, ഫുൽക്കി ഫുൽക്കി, കാരണം കലക്കലല്ലോ, ഹാഫ് സുക്കൂനാണ്, എഴുതി പോണം. ഫുൽക്കി. പിന്നെ വഖലഖന, അവിടെ ഖാ ശ്രദ്ധിക്കണം. വാ എങ്ങനെയാ പറയാ? വാ രണ്ട് ചുണ്ടിൻ്റെയും രണ്ടറ്റങ്ങളും ചേർന്ന് നടു ഒഴിവായിക്കൊണ്ട് ചുണ്ടുകളെ പൂമാല പോലെ വളച്ച് പറയുക എന്നാണ് നൂറാനി ഖായിദയിലെ വാവിൻ്റെ മഖ്റജ്. വാ. പിന്നെ ഖ, ഖ VVIP ആണ്, ഹുറൂഫുൽ ഇസ്തിഅല, കുറച്ചൊരു എന്താ പറയുക, മഹത്വം കൂടിയ ടോപ്പിലുള്ള അക്ഷരമാണ് ഖ. ഏതാ? എ കാറ്റഗറിയാണത് ഖ. പിന്നെ തൊണ്ടയുടെ മേലേയറ്റം ഗൈൻ ഖ, ഇത് രണ്ടെണ്ണം തൊണ്ടൻ്റെ മേലേയറ്റത്തു നിന്നാണ്. ശേഷം ഖാഫ്. ഖാഫിൻ്റെ മഖ്റജ് എവിടെയാ? തൊണ്ട തൊടരുത്, നാവിൻ്റെ അങ്ങേയറ്റത്തെ നേരെ മേലെ അണ്ണാക്ക്. തൊണ്ടയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നാവിനാണ് ഖാഫിൻ്റെ ബന്ധം. ലാസ്റ്റ് ഭാഗമാണ് നേരെ മുകളിൽ മുട്ടിക്ക ഖ, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഖുത്തുബുജ്ജതിൽപ്പെട്ട കൽക്കല എന്ന നിയമം ബാധകമായ അക്ഷരമാണ്. അതിന് സുക്കൂൻ വന്നാൽ ഫുൾ അമർത്തി സുക്കൂൻ കൊടുത്തിട്ട് വഖലഖന. എങ്ങനെ പറഞ്ഞുകൂടാ? വഖലഖന എന്നില്ല, വഖലഖന ലഹും മി. ഇതർത്ഥം സാക്കിനായി മീമിന് ശേഷം മീം, ഇദ്ഗാം ശഫവി. ലഹും മി രണ്ടും ഒരേ അക്ഷരമാണ്, ആദ്യത്തെ രണ്ടാമത്തേലേക്ക് ചേർക്കുക. മുതമാസിലൈൻ, ഇദ്ഗാം മുതമാസിലൈൻ. വഖലഖനാ ലഹും മിൻ മി. അവിടെയോ സാക്കിനായി നൂനിന് ശേഷം പിന്നെയും മീം വന്നു. ഇദ്ഗാം ബിഗുന്ന, മണിച്ച് ഇദ്ഗാം ചെയ്യണം, അവിടെയും മണിക്കണം. وخلقنا لهم من مثل ث, കാറ്റ് പുറത്തേക്ക് പോകണം. ث 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 ث. അങ്ങനെ ഒച്ചത്തിൽ പറയുമ്പോൾ വേക്കുന്ന ആൾക്കാർ ചിരിക്കും. കാര്യാക്കണ്ട, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മിസ് അറബികൾ പറയുന്നതൊക്കെ വളരെ മനോഹരമാണ്. ഞാൻ നമ്മൾ മുഹറക്കിലെ തർബിയൻ്റെ പള്ളിയില്ലേ, അവിടെ ഒരു വയസ്സനായ ഒരു മിസ്രിയാണ് ഇമാമു. മാഷാ അല്ലാഹ്. ഹുൽ അങ്ങനെ പെറുക്കി വെക്കുന്ന പോലെയുണ്ട് ഓരോ അക്ഷരങ്ങളും, നല്ല. പക്ഷെ ആള് സൂഫിയാന്നാണ് കേട്ടത്. പോയി, അവിടെ പോയി. ഖൈർ. മിൻ മിസ്ലിഹി വഖലഖനാ ലഹും മിൻ മിസ്ലിഹി. മിസ്ലി, സായിന് ഫുൾ സുക്കൂനില്ല, ഹാഫ് മിസ്. പിന്നെ മിസ്ലിഹി, ആ ഹാന് രണ്ട് ഹർക്കത്ത് എന്ത് ചെയ്യണം? നീട്ടണം. വഖലഖനാ ലഹും മിൻ മിസ്ലിഹിമ. പിന്നെ എങ്ങനെ പറഞ്ഞുകൂടാ? മിൻ മിസ്ലിഹിമ എന്നില്ല, ഹി രണ്ട് ഹർക്കത്ത് നീട്ടണം. വഖലഖനാ ലഹും മിൻ മിസ്ലിഹിമ യർകബൂൻ. യർ യർ, റാഇന് സുക്കൂനും അതിന് മുമ്പുള്ള ഇന് ഫത്ഹും, തഫ്ഖീം, ഖനപ്പിച്ച് പറയേണ്ട സന്ദർഭമാണ്. യർ യർ, കുറച്ചൊന്ന് പൊക്കിയിട്ട്. പിന്നെ കാഫ്.
കാഫിന്റെ മഖ്റജ് എവിടെയാ? ഖാഫിന്റെ മഖ്റജിനോട് അടുത്ത് അല്പം വെളിയിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്. ആദ്യം ഖ, പിന്നെ ക, പിന്നെ ദ്വ, പിന്നെ ജീം ഷീൻ യ, പിന്നെ ബാക്കിയെല്ലാം നാവിൻ്റെ അറ്റത്തുനിന്നാണ്. ഇതാണ് അതിൻ്റെ രീതി നാവിൻ്റെ. പിന്നെ വഖഫ് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ മദ് ആരിൽ സുക്കൂൻ. എന്താണ് ആരിൽ സുക്കൂൻ? താൽക്കാലികമായി മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം താൽക്കാലികമായി വരുന്ന സുക്കൂൻ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരം ഏതാണ്? വാവാണ്. അതിന് ശേഷമുള്ള പിന്നെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താ? ഫതഹാണ്. പക്ഷെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാവും. അതാണ് താൽക്കാലിക സുക്കൂൻ എന്ന് പറഞ്ഞത്. വഖഫ് ചെയ്തതിനെ കൊണ്ട് സുക്കൂൻ വന്നതാണ്. അപ്പോൾ കുറച്ച് നീട്ടിയിട്ട് വേണം വഖഫ് ചെയ്യാൻ. ഓദിക്കോ. وَخَلَقْنَا لَهُم مِّن مِّثْلِهِ مَا يَرْكَبُونَ. ഇടയിൽ ആരോ ഫസ്റ്റത്തത് മണിച്ചില്ല. ഒന്നുകൂടെ. وَخَلَقْنَا لَهُم مِّن مِّثْلِهِ مَا يَرْكَبُونَ. ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഓതുമ്പോഴൊരു ഗുണം എന്താ അറിയോ? ഓരോ അക്ഷരവും ഓരോ ലഫ്തും നമ്മളെ മെയിൻജിൽ വരും. ഇല്ലെങ്കിൽ എങ്ങനെ മുതൽ പിന്നെ ലാസ്റ്റ് ചെയ്താ വൈലേഹി തുർജാവൻ. പിന്നെ എന്ത് വന്നു? ജീർണി വന്നു. അപ്പം പഠിച്ചുകൊണ്ട് ഓതുമ്പോൾ ഓരോ ലഫ്തും നമ്മളെ മൈൻഡിൽ വരും. وَخَلَقْنَا لَهُم مِّن مِّثْلِهِ مَا يَرْكَبُونَ. وَإِنَّ സാക്കിനായ നൂനിന് ശേഷം നൂൻ വന്നു. എന്താ നിയമം? ഇദ്ഗാം ബിഗുന്ന, യർമലൂനയിൽപ്പെട്ട നൂൻ. ജസ്റ്റ് നമ്മളൊന്ന് പിന്നെ ഈ അഹ്കാമുകൾ മൊത്തത്തിലൊന്ന് അറിഞ്ഞു വെക്കണം. ഈ തജ്വീദിൻ്റെ, കാരണം അതൊരു ഇൽമാണ്. അതൊരു ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ് ഇൽമു തജ്വീദ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ളത് മൊത്തത്തിൽ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. എങ്ങനെ അറിയും? മൊത്തത്തിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ എല്ലാം പറയാതെ നമുക്ക് നടക്കൂല. അതിനു വേണ്ടി നമ്മൾ സ്വയം കുറച്ച് സമയം കണ്ടെത്തണം. ഈ ദുനിയാവിൽ ഈ കാലത്ത് ദീനിന് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നവൻ സഹാബാക്കൾ 50 മിനിറ്റ് മാറ്റി വെച്ചവനെ പോലെയാണ്. വ്യത്യാസം മനസ്സിലായോ? ഹദീസ് സഹിയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 50 ആളുകൾ ചെയ്യുന്ന ആളുടെ കൂലിയായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടുക എന്ന റസൂലുള്ളാഹി പറഞ്ഞ സഹാബാക്കളോട്. കാരണം കാലം അതാണ്. അന്ന് സഹാബത്തിൻ്റെ മുമ്പിൽ ആരുണ്ട്? അവരുടെ ഉസ്താദുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്ത് വരുന്നുണ്ട്? ആകാശത്തുനിന്ന് വഹ്യ് വന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. ഈ ഫിത്ന ഫസാദ് ഒന്നും ആ കാലത്തില്ല. കാലം മാറി. ഇന്ന് ഒരു 5 മിനിറ്റ് ഖുർആൻ പഠിക്കാൻ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവൻ വലിയ മുവഫഖാണ്, വലിയ തൗഫീക്ക് കിട്ടിയ ആളാണ്. അതുകൊണ്ട് കുറച്ച് ടൈം മാറ്റി വെച്ച് ജൂതന്മാർ ഈ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. അവരെ പണിയതാണ്. നമുക്ക് വേണ്ടി കൂലിവേല ചെയ്യുന്നവരാണ് അവർ ജൂതമസാറാക്കൾ. അവർക്ക് അല്ലാഹ് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് കുറേ ഉണ്ടാക്കും. മുസ്ലിം ഉമ്മത്തിൻ്റെ കൈമ തരും. അവർ ദീൻ പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഖൈർ പഠിക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഉപയോഗപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ നിറച്ചത് കുൽഫീഹിമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്. കൗണ്ടിനെ പറ്റി ചോദിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞ അങ്ങനെയല്ലേ? ഉപകാരമുണ്ട്, എന്നാലോ ഉപദ്രവമുണ്ട്. ഉപദ്രവമാണ് ഉപകാരത്തെക്കാളും വലുത്. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് അത് മാറ്റി വെക്കാൻ സാധിക്കണം. അതാണ് അവൻ്റെ ഈമാൻ. എന്നിട്ട് ഉപകാരം എന്താണോ അതെന്ത് ചെയ്യണം? നടത്തണം. അതുകൊണ്ട് അവരെ ഉണ്ടാക്കിത്തരും നമുക്ക്. നമ്മൾ കസാലിമിരിക്കും. അവരിങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ച് പണിയെടുത്ത് ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഓരോന്നിങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് വിട്ടുതരും. നമ്മൾ ആൾക്കാരെ ദീൻ പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് അവരോടുള്ള ഏറ്റവും വലിയ യുദ്ധം. ഏറ്റവും വലിയ യുദ്ധം അതാണ്. അതിനെ ദീൻ്റെ വഴിക്ക് നമ്മളായിട്ട് നിൽക്കുക. അല്ലാണ്ട് വാളും പീലങ്കി എടുത്തിട്ട് പോകുന്നും വേണ്ട. ഇങ്ങനത്തെ ജിഹാദ് ചെയ്താൽ മതി. തോപ്പിട്ടിട്ട് ഓടിക്കോളും. അപ്പൊ വഇന്ന സാക്കിനായ നൂനിന് ശേഷം നൂൻ വന്നു. ഇദ്ഗാം ബിഗുന്ന, മണിക്കണം. വഇന്ന ശ, അവിടെ ഷീന് ശേഷമുള്ള ഹംസ സാക്കിൻ.
വ ഇന്ന ശഅനു എന്ന് പറയൂല. വ ഇന്ന ശഅനുഗ്രി നശ ആഫ് സുക്കൂനാണ്. വ ഇന്ന ശഅനുഗ്രിഖുഹും നുഗ്രി നുഗ്രി നൂനിന് ശേഷമുള്ള അക്ഷരം ഏതാ? ഗൈനാണ്. ഗൈൻ്റെ മഖ്റജ് തൊണ്ടയുടെ മേലേയറ്റം ഖാന്റെ കൂടെ വരുന്ന അക്ഷരമാണ് ഗൈൻ. അതും ഖൽഖല എന്ന നിയമം ബാധകമല്ലാത്ത അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ നുഗ്രി എന്ന് പറയാതെ നുഗ്രി നുഗ്രി. അതിന് മുമ്പുള്ള ഹംസ സാക്യം വന്നത് കൊണ്ട് തന്നെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, ശ്രദ്ധിച്ചു പറയണം. വ ഇന്ന ശഅനുഗ്രി. അതേപോലെ റായിന് കസ്റാണ്. കസ്റ വന്നാൽ തർക്കീഖ് ചെയ്ത് ലഘുവാക്കി ഉച്ചരിക്കണം. വ ഇന്ന ശഅനുഗ്രിഖുഹും. ഖാഫിന് സുക്കൂനാണ്, ദമ്മായി പോവരുത്, സുക്കൂനാണ്. ഖാഫ് ഖുതുബുജതിൽപ്പെട്ടതാണ്, ഖൽഖല എന്ന നിയമം ബാധകമാണ്. അതുകൊണ്ട് സുക്കൂൻ എന്ത് ചെയ്യണം? ഫുള്ളായിട്ടും കൊടുക്കണം. വ ഇന്ന ശഅനുഗ്രിഖുഹും ഫലാ സരീഖ ലഹും. ഫലാ സാദ് പറഞ്ഞു പഠിക്കേണ്ട അക്ഷരാണ്. സ്വരീഖ അല്ല, സരീഖ. സ സ സ സാ സി സ സുൻ സ സു സി സ സുൻ സാ സി സുനൽ സാന സുന. അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഈ അറബി പിള്ളേരില്ലേ ഈ ചായക്കടയിൽ വർത്താനം പറയുന്നേ, അവരെ മഹ്റജ് തന്നെ മാഷാ അല്ലാഹ് എന്തൊരു രസ ആ വർത്താനം കേൾക്കാൻ തന്നെ. സാദ് സ, അത് സ വിസിലടിക്കുന്ന സ. ഇത് സ സ സ സ. ആ മൂന്നെണ്ണം ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന വ്യത്യസ്ത സിഫത്തുകളിൽപ്പെട്ട അക്ഷരങ്ങളാണ്. അല്ല, ഈ തജ്വീദിന്റെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കലാണ്. അതെന്നോട് ഇവർ പറയലുണ്ട്, പക്ഷേ അനല്ല ആരിഫ് ല അദ്രി. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല ശരിയാണ്. ഇൻഷാ അല്ലാഹ് അഷ്റഫ് ഖാന്റെ അഭിപ്രായത്തെ സ്വീകരിച്ചിരിക്കുന്നു. നിശാമെ അടുത്ത ക്ലാസ് തൊട്ടിട്ട് ഇൻഷാ അല്ലാഹ് തജ്വീദ് നമ്മളവിടെ കാണും ബിഇദ്നില്ലാഹി തആല ഇൻഷാ അല്ലാഹ്. ഫലാ സരീഖ കണ്ടോ, അവിടെ ഖ വന്നു, ഇസ്തിഅലാ ഉണ്ട്, തൊണ്ടയുടെ മേലെ അറ്റമാണ്, കുറച്ച് പൊക്കി പറയണം. വ ഇന്ന ശഅനുഗ്രിഖുഹും ഫലാ സരീഖ ലഹും വലാ. ഇവിടൊക്കെ നുഗ്രിഖുഹും വ സാക്കിനായ മീമിന് ശേഷം വാവ് ഇദ്ഹാർ ചെയ്യണം. പിന്നെ ഫലാ സരീഖ ലഹും വ, അവിടെയും സാക്കിനായ മീമിന് ശേഷം വാവ് ഇദ്ഹാർ ചെയ്യണം. വലാഹും യുൻഖ. യുൻഖ സാക്കിനായ നൂനിന് ശേഷം ഖാഫ് വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിച്ച് ഉച്ചരിക്കണം. പിന്നെ വലാഹും യുൻഖദൂൻ. ദാലാണ് പിന്നെ മദ് ആലിൽ സുക്കൂൻ ആയതുകൊണ്ട് നീട്ടി വഖഫ് ചെയ്യണം. ഓതിക്കോളൂ. وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ. وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ. إِلَّا رَحْمَةً مِّنَّا. إِلَّا ലാമിന് ഷദ്ദ്, ഇല്ല. പിന്നെ റ ഫതഹാണ്, തഫ്ഖീം ഖനപ്പിക്കണം. പിന്നെ ഹ സാക്കിൻ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഹ, സുക്കൂനാണ്. റഹ്മ എന്ന് പറയാതെ റഹ്മ റഹ്മ, അങ്ങനെ തെറ്റിപ്പോണം, റഹ്മ. പിന്നെ തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, മണിച്ച് ഇദ്ഗാം ചെയ്യണം. പിന്നെ നൂന് ഷദ്ദ് മണിക്കണം. ഇല്ലാ റഹ്മതൻ മിന്നാ, അത്രയും മണിക്കാനുണ്ട്. ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ. വമതാ താ പറയില്ല എങ്ങനെയാ? നാവ് പുറത്തേക്ക് വരാതെ നാവിൻ്റെ അഗ്രം മുകളിലത്തെ മുമ്പല്ലിൻ്റെ ഊണി ത ത ദ ത, മൂന്ന് ഒരേപോലത്തെ സ്ഥലത്തു നിന്നാണ്.
പിന്നെ ഐനാണ് വമതാഅൻ, വമതാഅൻ ഐൻ. പിന്നെ തൻവീന് ശേഷം ഹംസ മതാഅൻ ഇ ഇദ്ഹാർ. തൻവീന് ശേഷം ഹംസ വന്നതുകൊണ്ട് ഇദ്ഹാർ ചെയ്ത് വ്യക്തമാക്കി ഉച്ചരിക്കണം. പിന്നെയോ ഹീൻ, ഹായാണ്, ഹീന്നല്ല ഈന്നുമല്ല, ഹീൻ, ഹ ഹി, തൊണ്ടയുടെ മധ്യം. ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. إلا رحمة منا ومتاعا إلى حين. ഇതാണ് ഓതേണ്ട രീതി. എന്നാലും നല്ല കാര്യങ്ങളുടെ ഖിറാഅത്ത് കേൾക്കണം, അതിനനുസരിച്ച് ഓതി ഞാനും പഠിക്കണം, നിങ്ങളും പഠിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇനി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്ന വിഷയം ഒന്ന് വആയത്തുൽ ലഹു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ആയത്ത് എന്ന് പറയുന്നതിന് 3 അർത്ഥങ്ങൾ ഇവിടെ പറയാം. ഒന്നുകിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട്, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇഅ്തിബാറുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം അവർ ചിന്തിക്കുകയാണെങ്കിൽ അതിലൂടെ അവർക്ക് അള്ളാഹുവിനെ അറിയാനും കണ്ടെത്താനും മറ്റു പലതും അവർക്ക് ലഭിക്കാൻ ഉണ്ട്. അതാണ് ആയത്തുൽ ലഹും എന്ന് പറഞ്ഞതിൻ്റെ സാരം. അതല്ലെങ്കിൽ നിഅ്മത്തുൻ അലൈഹിം, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അവർക്ക് യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. അതായത് മനുഷ്യർക്ക് ഭൂമിയിലുള്ള അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി പറയാവുന്ന സംഗതികളാണ് ഞാൻ അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പടച്ചുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ആ നിഅ്മത്തുകളെ അവർ അറിയുമ്പോൾ സ്വാഭാവികമായും സാമാന്യ ബുദ്ധിയുള്ളവൻ ആരെ തിരിച്ചറിയും? അതവന് കൊടുത്തവന് തിരിച്ചറിയും. നിഅ്മത്ത് ആസ്വദിച്ചിട്ടും തന്നവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് കിബർ. ആർക്ക് പറ്റിയ പോലെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് കിബറാൻ. ഹാറൂൻ അലൈഹിസ്സലാം, ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇഷ്ടം പോലെ വാരി കോരിക്കൊടുത്തു. പക്ഷെ തന്നോനെ മറന്നുപോയി. അവൻ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ തലയും എൻ്റെ അറിവും എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസ അതെപ്പോൾ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, എന്നോട് കൽപ്പിക്കാനൊന്നും വരണ്ട. അല്ലാഹു പറഞ്ഞത് ശരി, ഞാൻ എനിക്ക് കാണിച്ചു തരാം. കൊടുത്തതും ഉള്ളതും മൊത്തത്തിൽ ഫഖസഫ്നാ ബിഹി വബിദാനിഹി അൽ അർദ്, അങ്ങനെ ഭൂമിയോട് കയറാൻ പറഞ്ഞു. ഭൂമി അങ്ങനെ തന്നെ പിളർന്നു, ഉള്ളിലേക്ക് അങ്ങനെ തന്നെ പോയി, ഭൂമി അങ്ങ് മൂടി, ഒന്നും ഇല്ലാത്ത പോലെ. റബ്ബിനോട് കളിക്കരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന പരമാധികാരിയോട് കളിക്കരുത്. സെക്കൻഡ് നേരം കൊണ്ട് നാമാവിശേഷമാക്കും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായി എന്ന് തോന്നുക പോലുമില്ല, അങ്ങനെ നശിപ്പിച്ചു കളി. ഇത് കണ്ടപ്പോൾ ഇന്നലെ ഖാറൂന മാർക്കറ്റിൽ അവൻ്റെ ഉടയാടകളും അവൻ്റെ ആ കുതിരയും പട്ടും സ്വർണവും കിരീടവും ഇതെല്ലാം കണ്ടിട്ട് ചില ആൾക്കാർ പറഞ്ഞല്ലോ, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. നമ്മൾ ഇന്നോവ കാറിലാണ് പോകുന്നത്, മുമ്പിലുള്ളൊരു ഫോർച്യൂണർ. ഇപ്പം എന്താ പറയുക മനസ്സ്, എൻ്റെ മാവും പൂക്കും മോനെ, ഞാനും ഇതൊന്നും ഇറക്കും. അങ്ങനെ ഫോർച്യൂണർ ഇറക്കി. അങ്ങനെ പോകുമ്പോൾ മുമ്പിൽ എന്ത് പോകുന്നു, ലാൻഡ് ക്രൂയിസർ. അപ്പോൾ എന്ത് പറയും നമ്മൾ, ഇൻഷാ അല്ലാ ഒരു ദിവസം ഞാനും അതിൻ്റെ ഉള്ളിൽ ഇരിക്കും. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്, സ്വാഭാവികം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഖാറൂനെ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഓന് കിട്ടിയ പോലെ അമ്മക്കും കിട്ടിയില്ലെങ്കിൽ. അന്നേരം അവിടെയുള്ള കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, മക്കളെ കിട്ടിയ നിഅമത്തിന് ശുക്ർ ചെയ്ത് റാഹത്തായിട്ട് പോയിക്കോ, പരിധി വിട്ട് എന്ത് ചെയ്യണ്ട, ആഗ്രഹിക്കണ്ട. ഭൂമി വിഴുങ്ങുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഓഹോ റബ്ബേ നിനക്ക് സ്തുതി, നീ എങ്ങാനും നമുക്ക് അങ്ങനെ തന്നിരുന്നെങ്കിൽ നമ്മളും അങ്ങനെ പോയി പോവായിരുന്നല്ലോ. സമാധാനം. നമ്മൾ എന്തേ കാണുള്ളൂ, ആളുകൾക്ക് നൽകപ്പെട്ട വസ്തുക്കളുടെ പളപളപ്പേ കാണൂ. അതിൻ്റെ അപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന അവരുടെ പ്രയാസം ബുദ്ധിമുട്ടൊന്നും നമ്മൾ കാണൂല. എൻ്റെ റബ്ബിനറിയാം. എൻ്റെ ഉപ്പ എപ്പം പറയും, എടാ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അള്ളാഹിനോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം, ഇന്നോവ അല്ല ചോദിക്കേണ്ടത്, ഇപ്പോൾ ഏതാ ഡിഫൻഡർ ചോദിക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, എന്ത് പോയി ഡിഫൻഡറിൽ എടുക്കാനുള്ള പൈസ എന്നോടല്ലല്ലോ ചോദിച്ച്, റബ്ബുൽ ആലമീനോടല്ലേ. ഒന്നരാൻ ഉദ്ദേശിച്ചാൽ തരും. പക്ഷേ ഇപ്പോൾ പറയും, ചോദിക്കുമ്പോൾ ചോദിച്ചോ, പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഏതാ നിൻ്റെ കപ്പാസിറ്റി, നിനക്ക് ഏതാ ഖൈർ എന്നറിയുന്നവൻ
എൻ്റെ ഉള്ളും പുറവും അറിയുന്ന എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് ആവശ്യമുള്ളതേ അവൻ തരുള്ളൂ. തന്നാൽ ലക്കൽ ഹംദ്. ചോദിച്ചു തന്നിട്ടില്ലെങ്കിലോ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കോടതി സ്വർഗത്തിലെത്താനുണ്ട്. അള്ളാഹു പറഞ്ഞു, നീ അവിടെ വാ, ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. നീ ദുനിയാവ് കുറേ കാര്യം കൊതിച്ചിട്ടില്ലേ, ആഗ്രഹിച്ചിട്ടില്ലേ? പക്ഷെ നിനക്ക് തന്നാൽ നിനക്കത് ഖൈറല്ല, നിനക്കറിയാം, അതുകൊണ്ടാ തരാത്തത്. ഇവിടെയോ നീ എന്താണോ കൊതിച്ചത്, പോ എടുത്തോ, ഉപയോഗിക്കോ, തിന്നോ, കുടിക്കോ, കിടക്കോ, ഓടോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. അള്ളാഹു നസീബാക്കി തരട്ടെ. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനും ഇച്ഛക്കും അനുസരിച്ച് കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് എന്ന് ബോധം ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ശുക്ർ ചെയ്ത് റാഹത്തായിട്ട് പോയാൽ ബാക്കി എന്താ ചെയ്യുക, അവിടെ നിന്ന് ഇൻഷാ അള്ളാഹ് സുഖിക്കാം. എന്താ ഹബീബി? നല്ലത് നല്ലത് എന്താണെങ്കിലും ഒരടിമ ചോദിക്കുന്നതിൽ അവരെന്താണോ ഖൈർ അതേ അള്ളാഹു കൊടുക്കുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലുല്ലാഹൽ ജന്ന. നിങ്ങൾ അള്ളാഹുവോട് എന്ത് ചോദിക്കണം? സ്വർഗം. എങ്ങനെ ചോദിക്കണം? അള്ളാഹുവേ, എൻ്റെ നിസ്കാരം എന്നെല്ലാം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അപ്പം അതിന് പറ്റിയൊരു സ്ഥലമെങ്കിലും നീ നോ എന്ത് ചോദിക്കണം? എനിക്ക് ജന്നത്തുൽ ഫിർദൗസ്. ചിലപ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ചോദ്യം. ഈ പാവപ്പെട്ട ദാസൻ, എൻ്റെ അടിമ, ഇവൻ്റെ ഒന്നുമില്ല, അത് എനിക്കും അറിയാം, അവനും അറിയാം, എന്നാലും എന്നോട് ചോദിക്കുന്നുണ്ടില്ലേ, ഞാൻ കൊടുക്കാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസം കൊണ്ടല്ലേ അവൻ ചോദിക്കുന്നത്. ആ ഒരു തോന്നൽ അള്ളാഹു ചിലപ്പോൾ പറയും, പോടാ കിടക്കട്ട്. ചില മനുഷ്യന്മാരെ കാണുന്നില്ലേ, ഇന്നലെ ഫക്കീറായിരിക്കും, ഇന്ന് അൽഹംദുലില്ലാഹ് മാളിക മുകളിലേറിയ മന്നൻ്റെ മാറിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. നേരെ തിരിച്ചുൾട്ടയും സംഭവിക്കാം. ഒരു വെള്ളപ്പൊക്കം വന്നാൽ പോലെ അള്ളാഹു കാക്കട്ടെ. എനിക്കറിയുന്നൊരു കഴിഞ്ഞ പ്രാവശ്യം വയനാട് ചുരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഏലത്തിൻ്റെ ചാക്കുകൾ കെട്ടിവച്ച അതിൻ്റെ തൊട്ടപ്പുറത്ത് ലക്ഷങ്ങൾ എണ്ണി വെച്ചിട്ട് കിടന്നുറങ്ങിയവർ പിറ്റേന്ന് രാവിലെ അഫ്ഖറുൽ ഫുഖറ, ഒന്നുമില്ല, വട്ടപ്പൂച്ച. അള്ളാഹിനോട് കളിക്കാനേ നിൽക്കരുത്. കിട്ടിയത് പൂർണ്ണ തൃപ്തി. ഖൈർ ചോദിച്ചോ, നീ പറഞ്ഞ പോലെ അള്ളാഹു എനിക്ക് എന്താണ് അഖിർ, എനിക്കറിയാമല്ലോ, അഖിർ എനിക്ക് താ അള്ളാഹ്. എന്നെ അധികം ചോദിക്കുന്നവൻ ചോദിച്ചോ, അള്ളാഹു തരാൻ കഴിവുള്ളവനാണ്, അതിന് സംശയമില്ല. അതുകൊണ്ട് നിഅമ വആയത്തുൽ ലഹും, ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അടിമയ്ക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകളാണ്. അതോന് മനസ്സിലായാൽ ഉടനെ മനസ്സിലാവും, നന്ദിയോടെ ജീവിക്കുകയും ചെയ്യും. മൂന്നാമതൊരു അർത്ഥം അല്ലെങ്കിൽ ഇൻദാറുൽ ലഹും വആയത്തുൽ ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുള്ള താക്കീതാണ് എന്നുമാവാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. കുറെ ആൾക്കാരെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി, കുറെ ആളുകളെ മുക്കി കൊല്ലുകയും ചെയ്തു. അത് ഇന്ന കാരണത്താലാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം എന്ന് ചരിത്രത്തിലൂടെയുള്ള പാഠവും അവർക്കുണ്ട്. ഈ മൂന്നർത്ഥവും വആയത്തുൽ ലഹും എന്ന ആയത്ത് എന്ന വാക്കിന് അർത്ഥമാവാം. ചുരുക്കത്തിൽ നമ്മൾ എന്തർത്ഥം പറയും? വആയത്തുൽ ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാകും. എന്ത്? അന്ന ഹമൽന ദുർരിയതഹും, നാം അവരുടെ പിതാമഹന്മാരെ വഹിച്ചത്. ദുർരിയത്ത് എന്ന പദം യഥാർത്ഥത്തിൽ ദറഅ എന്ന് പറയുന്ന ഫിഅലിന്റെ ഭാഗമാണ്. ദറഅ സൃഷ്ടിച്ചു. ഇത് അറബികൾ പൊതുവെ സന്താനങ്ങൾക്കും ഉപയോഗിക്കും, പിതാമഹത്തുക്കൾക്കും ഉപയോഗിക്കും. പൊതുവെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് സന്താനങ്ങൾക്കാണ്, ഇല്ലേ? പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ഒമിൻ ദുർരിയതിഹി, അവരുടെ സന്താനങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ തന്നെ, അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ തൊട്ടടുത്ത ആയത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് മക്കൾ എന്നല്ല, പിന്നെന്താ? പിതാക്കൾ എന്നാണ്. ഏതാ? വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, അവർക്ക് സഞ്ചരിക്കാൻ അതുപോലത്തതിന് നാം എന്ത് ചെയ്തു? അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ മുമ്പ് സഞ്ചരിച്ചതിനെ പറ്റിയാണ് ആ പറയുന്നത് ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ രണ്ടാമതൊരർത്ഥത്തിൽ ഇനി മക്കൾ തന്നെ വെച്ചോളൂ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മനോഹരമായിട്ട് വിശദീകരിച്ചു. ഒരു കപ്പലിൽ ദുർരിയത്തിന് സന്താനങ്ങളെ മാത്രം കയറ്റി കടലിലേക്ക് അയക്കുക എന്നുള്ളത് മാനസികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സംഗതിയല്ല. കുട്ടികളെ കയറ്റുമ്പോൾ ആരും കൂടെ ഉണ്ടാവും, പിതാക്കന്മാർ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ഉദ്ദേശിച്ചുകൊണ്ട് ആവാം ദുർരിയത്തുഹും എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ പിതാക്കന്മാർ അഥവാ സന്താനങ്ങളോടൊപ്പം അവരുടെ പിതാക്കളെയും നാം എന്ത് ചെയ്തു? കപ്പലിൽ വഹിച്ചു. മൂന്നാമതൊരു
തഫ്സീർ ഇവിടെ ദുദ്ദീയതഹും അവരുടെ ദുദ്ദീയത്തിനെ എന്ന് പറഞ്ഞ ഹും അവർ ആരാണ്? പിതാമഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി ആരുടെ? നൂഹ് നബിയുടെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇനി അഥവാ ഇവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഏത് ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള അറബികളെ ഉദ്ദേശിച്ച് അവരുടെ സന്താനങ്ങളെ നാം കപ്പലിൽ കയറ്റി എന്നാണെങ്കിൽ ഈ ഹും അവിടെ രണ്ടർത്ഥത്തിൽ വരാം. ഒന്ന് ജിൻസിനെ സൂചിപ്പിക്കാന്ന് പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നാം മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. എന്നിട്ട് അതിനെ ഞാൻ സുരക്ഷിതമായ ഒരു കോട്ടയിൽ ബീജമായി സംരക്ഷിച്ചു. ഇവിടെ ഖലഖനൽ ഇൻസാൻ എന്ന് പറഞ്ഞ ആ ഇൻസാൻ ഏതാ? ആദം. കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആള് ആദമാണ്. എന്നിട്ടോ സുമ്മ ജഅൽനാഹു, എന്നിട്ട് പിന്നെ നാം അതിനെ ആക്കി. ആരെ? ആദമിനല്ലല്ലോ. ആദം ബീജമായിട്ട് പിന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ ആ ഹു എന്ന ഉദ്ദേശം ജിൻസാൻ, ഇൻസാൻ എന്ന വർഗത്തിൽപ്പെട്ട മനുഷ്യനെ നാം ആക്കി എന്നവിടെ അർത്ഥം. നമ്മൾ മനസ്സിലായോ? ആദം കളിമണ്ണ് കൊണ്ടാണ്, പക്ഷെ പിന്നെ വന്നവരോ ബീജത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ ദുദ്ദീയതഹും എന്നത് അവരെയല്ല ഉദ്ദേശിക്കുന്നത്, അവരെ പോലത്തെ മനുഷ്യനായിരുന്ന നൂഹിന്റെ ദുദ്ദീയത്തിനെ നാം കപ്പലിൽ വഹിച്ചു. ഫഹിംതും. അപ്പൊ പണ്ട് ഉഷ ടീച്ചർ വന്നിട്ടില്ല, സാഗുസാഗും പറഞ്ഞോന്നല്ല പോയെന്നറിയില്ല. എല്ലാം കേട്ട് ടീച്ചർ ചോദിച്ചു, മനസ്സിലായില്ലേടാ? ഇന്നലെ മനസ്സിലായിനി. ഇന്നലെ മനസ്സിലായിനി. ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ? ചുരുക്കത്തിൽ ദുദ്ദീയത്ത് എന്ന അർത്ഥം ഇവിടെ ഏറ്റവും യോജിക്കുന്നത് എന്ത് പറയാനാണ്? പിതാക്കളെ. ഇപ്പം നമ്മൾ അത്ര പഠിച്ചാൽ മതി. എന്നാലും ഞാൻ ചിലപ്പോൾ പഠിക്കുന്ന ആളും സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂട്ടത്തിൽ, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇന്ന ഹമൽനാ ദുദ്ദീയതഹും, അവരുടെ ദുദ്ദീയത്തിനെ പിതാമഹന്മാരെ നാം വഹിച്ചത് എവിടെ? ഫിൽ ഫുൽക്കി, കപ്പലിൽ. കപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥത്തിലാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലാണ്. അന്ന് വരെ ലോകത്ത് എന്തില്ല? കപ്പലില്ല. ആദ്യമായി ലോകത്ത് കപ്പൽ നിർമ്മാണം നടത്തുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബിയാണ് അഗ്രഗണ്യനായ ലോകത്തെ 1-ാം നമ്പർ ആശാരി. ഇത് പറയുമ്പോൾ ഉലമാക്കൾ പറഞ്ഞു, ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ എന്തല്ല? മോക്ക് പുതിയാപ്പിള്ള നോക്കുമ്പോൾ ആശാരിനെ എടുക്കോ? ഇല്ലാന്ന്, ഒറ്റയടിക്ക് ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എടുക്കലില്ല. കാരണം ഒരു ആശാരിയാണ് മഅദല്ല. അങ്ങനെയുള്ള മാനസികാവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആശാരി ആയാലും മാനേജർ ആയാലും ഇനി ബിസിനസ്സുകാരനായാലും IAS കാരനായാലും കുല്ലുക്കും മിൻ ആദമു വ ആദമു മിൻ തുറാബ്. എന്നാൽ പുതിയാപ്പിളിനെടുക്കുമ്പോൾ അങ്ങനെ നോക്കാൻ പറ്റുമോ? പറ്റും. തുൻകഹുൽ മർഅതു ലിഅർബ. പൊതുവെ പെണ്ണിന് നിക്കാഹ് നോക്കപ്പെടുന്നത് 4 കാര്യം നോക്കിയിട്ടാണ്. ലിമാലിഹ, നല്ല പുളിക്കമ്പ് നോക്കി പിടിച്ചാലും പ്രശ്നമൊന്നുമല്ല. അമ്മോശൻ്റെ പൈസ നോക്കുക. പക്ഷേ നാളെ പൈസ പോയാൽ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ അണ്ടി കളഞ്ഞ അണ്ണാൻ്റെ പോലെ ആയിപ്പോവും. പുളിക്കമ്പ് നോക്കിയിട്ട് പിടിച്ചതാ, പിറ്റെന്നും അമ്മോശൻ്റെ ബിസിനസ് പൊട്ടി, കലാസ് എല്ലാം കഴിഞ്ഞു. ലിമാലിഹ വലിജമാലിഹ, പെണ്ണിൻ്റെ സൗന്ദര്യം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പോൾ സൗന്ദര്യം ഇല്ലാത്ത പെണ്ണിനോ? അത് നീ നോക്കണ്ട, സൃഷ്ടിച്ചറമ്പ് നോക്കിക്കോളും. നമ്മളടുത്ത് പറഞ്ഞ് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ എപ്പോൾ ഉൾട്ട മാത്രമേ ചിന്തിക്കൂ. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ പോരെ. വലി ജമാലിഹ, സൗന്ദര്യം നോക്കാം. വലി ദീനിഹ, അവരുടെ മതബോധം. വലി ഹസബിഹ, ഏത്? കുടുംബം, തറവാട് നോക്കാം. പക്ഷെ ഇതെല്ലാം നോക്കി ഫദ്ഫർ ബിദാത്തി ദീൻ, നീ മേൽക്കോയ്മ കൊടുക്കേണ്ടതിനായിരിക്കണം, ദീനായിരിക്കണം. കാരണം ബാക്കിയെല്ലാം നഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ദീനുണ്ടെങ്കിൽ ഇതൊന്നൊരു വിഷയവും ആയിരിക്കില്ല. കുടുംബം നോക്കാം. പക്ഷെ എന്താ അത് മറ്റുള്ളവരെ ഒരു ജാതി താഴ്ത്തിക്കണ്ട് നമുക്ക് സൂട്ടാവാത്ത പോലെ ആ രീതിയിലുണ്ടൊരു തള്ളിക്കളയുന്ന മനോഭാവം ഉണ്ടല്ലോ, അത് അപകടമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു
ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ദാ നിങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആരെയാണോ കളിയാക്കിയത് അവർ നാളെ നിങ്ങളെക്കാളും ടോപ്പിലായേക്കാം. അല്ലാഹുവാ പറയുന്നു, നാളെ അവർ ഏറ്റവും ടോപ്പിലാവാം, നീ താഴെയാവാം. ഈ വിഷയം പറഞ്ഞപ്പോ അള്ളാഹു പ്രത്യേകം വിളിച്ചു ആരെ? പെണ്ണുങ്ങളെ. എന്തുകൊണ്ട്? ഇവരെ കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഈ പരിഹാസ സ്വഭാവവും കുശുകുശുക്കളൊക്കെ ആർക്കാ കൂടുതൽ? സ്ത്രീകൾക്കാ കൂടുതൽ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വലാ നിസാഉൻ മിൻ നിസാഇൻ. പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ കളിയാക്കണ്ട. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. അവർ ചിലപ്പോൾ നിങ്ങളെക്കാളും നല്ലവരായേക്കാം. മൻ റദിയ ദീനഹു വ ഖുലുഖഹ. നല്ല ചോദ്യം. ദീൻ എങ്ങനെ എങ്ങനെ ദീൻ അളക്കുന്നതിൽ ഒന്ന് തൗഹീദാണ്. ഒന്ന് തൗഹീദാണ്. കാരണം തൗഹീദ് ഇല്ലാത്തവർ എന്തിലില്ല? ഇസ്ലാമിലില്ല. നോട്ട് ദി പോയിന്റ്. തൗഹീദിലില്ലാത്തവർ ഇസ്ലാമിലില്ല. ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഞാൻ ചരിത്രം ഇപ്പം പറഞ്ഞുതരാം. നൂഹ് നബിയുടെ കപ്പലുണ്ടാവാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദീൻ തൗഹീദ്. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും എന്തിനെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളെ, വസ്തുക്കളെ, ശക്തികളെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ അവലംബിക്കുകയോ കാവൽ തേടുകയോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പുതിയ ആൾപ്പായിട്ട് എടുക്കാനും കൊള്ളൂല, മരുമകളായിട്ട് എടുക്കാനും കൊള്ളൂല. കാരണം അവർ ദീനിലില്ല. അപ്പോൾ ഒന്ന് തൗഹീദ്. ഇനി തൗഹീദുള്ള മുവഹിദായ ആൾക്കാരാണെങ്കിൽ 2 അസ്സലാ, 5 നേരത്തെ നിസ്കാരം കൃത്യമായിരിക്കണം. ബാക്കി തലയെത്തട്ടയിടലും പർദ്ദയിടലൊന്നും ഇസ്ലാമൊന്നും പുറത്തു പോകുന്ന സംഗതിയല്ല. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് നോക്കാം. പെണ്ണ് തലയിലിടല്ല, വരട്ടിപ്പോൾ നമുക്ക് മാറ്റാം, പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, എൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെന്താ പറഞ്ഞേ? അല്ല, ഇത് മെയിൻ അഖീദ. അത് നമ്മൾ അളക്കുന്ന അങ്ങനെയാണ്, പക്ഷെ അതല്ല. ഇതാണ് നോക്കേണ്ടത്. തൗഹീദുണ്ട്, നിസ്കാരക്കാരിയാണ്. ബാക്കി ഇദാ സലുഹത് സലുഹ സായിറു അമലി. ഇനി ഒന്നുകൂടെ പറയാം. ചോദിച്ച സ്ഥിതിക്ക് ഒരു മസല പറയാം. ഞാൻ പറയാം. നല്ല തൗഹീദുണ്ട്, നല്ല തൗഹീദുണ്ട്, നല്ല നിസ്കാരക്കാരിയാണ്. മുഖവും മറിച്ചിനി, കൈയും മറിച്ചിനി, കാതറയിട്ടിനി ഇങ്ങനെ വരുന്നതായിരിക്കും. പക്ഷെ മാപ്പിള ചോദിക്കും, മോളെ വെച്ച് വെള്ളം നോട്ടെ, ഇങ്ങ് തുറന്ന പൈപ്പിൽ നിന്ന് വെള്ളം വരൂലേ, കുടിച്ചോ, തൽക്കാലം എടുക്കാണ്ടിരിക്കുന്നതാ നല്ലത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് മൻ റളിയ ദീനഹു വഖുലുഖഹു, ദീനും സ്വഭാവവും തൃപ്തികരമായാൽ ഫൽയുസവ്വിജ്. കാരണം ഇല്ലെങ്കിൽ വേഗം നിരക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. കഷണ്ടി എല്ലാം ഡബിൾ കഷണ്ടി വേഗം വരും. അപ്പം ഏറ്റവും നല്ലത് തന്നെയാ. ചോയ്സ് ഉണ്ട്, വേണ്ട നോക്കാം. ഏകദേശം അങ്ങനെയാണ്. അതിൻ്റെ തെറ്റാർക്ക? ആ തെറ്റി പറഞ്ഞ പെൺകുട്ടികൾക്കല്ല, ഈ മക്കൾ വളരുന്ന വീട്ടിന്റെ അടുക്കളയിലെ സംസ്കാരമാണ് പ്രശ്നം. നിങ്ങൾ എന്ത് പറഞ്ഞാലും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മക്കളും ജനിക്കുന്നത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി. ഫഅബവാഹു, അതിന്റെ മാതാപിതാക്കളാണ് ജൂതനോ നസ്രാനിയോ മജൂസിയോ മുസ്ലിമോ എന്താണെന്ന് വെച്ചാലാക്കുന്നത്. വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് ദീൻ പഠിക്കുക, അല്ലാണ്ട് കോളേജ് ക്യാമ്പസ് എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂർ. മോക്ക് 18 വയസ്സാ. എങ്ങനെയാ പോക്ക്? BFന്റെ ഒപ്പരം. ഏതാ BF? മോള് വരിക, ഇപ്പൊ ഞാൻ പോകുന്നേ. എങ്ങനെയാ മോളെ പോവാ? എൻ്റെ ചങ്ങായി ഉണ്ട്. ചങ്ങായി ഏതാ? മറ്റേ രാജേഷ് ഏട്ടനുണ്ട്. ഞാൻ പോവാ. ഏതാ പോയിക്കോ മോളെ, പൈസ വേണം. ആ വിഷയം ഇതാ, പോട്ടെ, നമ്മൾ ഖുർആൻ ക്ലാസ്സാണ്, അത് വേറെ വിഷയം. ഫഅബവാഹു, ഈ വല്ലാഹി സുമ്മ വല്ലാഹി അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന السبيل. എല്ലാ ഇവരെ എനിക്ക് ദീൻ പഠിപ്പിക്കണ്ട്, ഇവരെ സംസ്കാരം പഠിപ്പിക്കണ്ട്. എന്റെ ഉത്തരവാദിത്തം നീ ഏൽപ്പിച്ചത് ഈ ഉപ്പാനെയും ഉമ്മാനെയുമാണ്.
ഇവരെ എന്നെ പിഴപ്പിച്ച് ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, രണ്ടിരട്ടി ശിക്ഷ കൊടുത്ത് നീ നരകിപ്പിക്കണം. എന്റെ ഈ അവസ്ഥക്ക് കാരണം ഇവരാ. വലഅനുഹും ലഅനൻ കബീറ, നീ അവരെ ശപിച്ച് തള്ളിക്കളഞ്ഞേക്കണം. എന്റെ നാശത്തിന്റെ കാരണക്കാർ ഈ ഉപ്പയും ഉമ്മയാണ്. ആരായിരുന്നു ഇവർക്ക് ഈ മക്കള്? വാത്സല്യനിധികളായ മക്കള്, മുത്തേ ചക്കര തേനെ. വല്ലാഹി റബ്ബിന്റെ കോടതിയിൽ നേരെ തിരിച്ചു ചൂണ്ടു. ദീൻ. ഉമ്മാരെ ജോലി എന്താ? ഉപ്പാരെ ജോലിയല്ല ഇത്. പ്രിയപ്പെട്ടവരെ, ഉപ്പാരെ ജോലിയല്ല തർബിയത്ത്. ഉപ്പാന്റെ ജോലി അവർക്ക് തിന്നാനും ഉടുക്കാനും കുടിക്കാനും കൊടുക്കലാണ്. അവർക്ക് ഉറങ്ങാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കലാണ്. തർബിയത്തിന്റെ ജോലി ഉമ്മാക്കാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ഉമ്മയാണ് മക്കളുടെ മദ്രസ. മോന്തായം പറഞ്ഞാൽ മൊത്തം പറയും. ഉമ്മയെ പഠിപ്പിക്കേണ്ടത്. ഇന്നെന്താ ഉമ്മത്തിന്റെ അവസ്ഥ? ഉമ്മമാരുടെ അവസ്ഥ എന്താ? 45 വയസ്സുള്ളവരുണ്ട് ഇവിടെ. ഏതില്? ഇൻസ്റ്റയിൽ. 55 വയസ്സായി, ഇപ്പോഴും ഇൻസ്റ്റയിൽ ലൈക്ക് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് കാണുന്ന മക്കൾ പിന്നെന്താ പഠിക്കുക? അവൻ്റെ സ്വഭാവം വീട്ടിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, റസൂലുള്ളാഹി പറഞ്ഞു തസവ്വജുൽ വദൂദൽ വലൂദ്, നല്ല സ്നേഹിക്കുന്ന നല്ല മക്കൾ ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനുമാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ. സഹാബത്ത് ചോദിച്ചു, നമുക്ക് എങ്ങനെ അറബിയാവുക മനസ്സിലാവുക? ഇപ്പം പറഞ്ഞു, അവളെ ഉമ്മാനെ നോക്കിയാൽ മതി, ആ പെണ്ണിൻ്റെ ഉമ്മാൻ്റെ ജീവിതം നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റാണ്, സ്വഭാവം ദൂഷ്യമാണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, തൽക്കാലം മാറ്റി വെക്കലായിരിക്കും ഖൈർ. എന്താ ഹബീബി? അവരുടെ പ്രസവവും പിന്നെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഐക്യം, ഇതെല്ലാം പെൺകുട്ടി നമുക്കിത് മനസ്സിലാവില്ല. നമ്മളെ മക്കളല്ലേ പൊന്നെ സത്യം. ഇവരെല്ലാം നോക്കുന്നുണ്ടാവും ഓരോ പോയിന്റും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം ആ പെണ്ണിൻ്റെ സ്വഭാവം വരുള്ളൂ. അതുകൊണ്ടല്ലേ ഒരു മക്കൾ അൽ ഉമ്മു മദ്റസ, ഉമ്മയാണ് കുട്ടികളുടെ മദ്രസ. ഉമ്മ നേരെയാണെങ്കിൽ വല്ലാഹി ആ മക്കൾ നേരെയാവും. മക്കളോടുള്ള കടമകളിൽ ഒന്നെന്താ അറിയോ? മാതാപിതാക്കളോട് മക്കൾക്ക് ഇഷ്ടംപോലെ കടമയുണ്ട്. എന്നാൽ മക്കളോട് മാതാപിതാക്കൾക്ക് കടമയിൽ ഒന്ന് നല്ല ഉമ്മയെ സെലക്ട് ചെയ്യലാണ്. എപ്പം? കുഞ്ഞുണ്ടായതിനു ശേഷം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെട്ടുന്നതിന് മുമ്പ് ഈ ചെക്കന് ബോധം വേണം, എൻ്റെ മക്കളെ പ്രസവിക്കേണ്ടവളാണ്, ഉള്ള സ്വഭാവം എങ്ങനെയുണ്ട്, ഉള്ള രീതി എങ്ങനെയുണ്ട് എന്ന് കല്യാണത്തിന് മുമ്പ് നോക്കൽ ഉണ്ടാവാൻ പോകുന്ന മക്കളോടുള്ള ഹക്കിൽപ്പെട്ടതാണ്. ഇപ്പം ഇസ്ലാമിൽ എത്ര ഗൗരവമുണ്ട് നോക്കിയ വിഷയത്തിന്. അള്ളാഹു നമ്മളെ മക്കളെ മുത്തുകളാക്കി തരട്ടെ. മനസ്സിലായില്ല? ആ അതെ, നിസാഉൻ ആരിയാത്തുൻ കാസിയാത്ത്. വസ്ത്രം ധരിക്കാത്തല്ലേ? വസ്ത്രം ധരിച്ചവരും അർദ്ധനഗ്നരും അല്ല, അതല്ല. തലമറക്കാത്തത് ഹറാമാണ്, സംശയമൊന്നുമില്ല. അന്യരുടെ മുന്നിൽ പെണ്ണ് തലമറക്കാതിരുന്നാൽ ഹറാമ് തന്നെ. പക്ഷേ നഗ്നത പ്രദർശിപ്പിക്കുന്നവൾ, നിസാഉൻ കാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ആരിയാത്ത്, എന്തിന് സമമാണ്? നഗ്നതക്ക് സമമായിട്ട് വസ്ത്രം. ലാ യദ്ഖുൽനൽ ജന്ന, അല്ലാഹു കാക്കട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, വലാ യജിദിന റീഹഹ, സ്വർഗത്തിൻ്റെ മണം പോലും അവർ ആസ്വദിക്കൂല. അതൊരു വേറെ വിഷയം. എന്തായാലും സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. ഖൈർ. എവിടെ നമ്മൾ അങ്ങോട്ട് പോയത്? അല്ല, ഫിൽ ഫുൽക്ക്. നമ്മൾ എവിടെ നിന്ന് അങ്ങോട്ട് പോയേ? ആശാരി പറഞ്ഞപ്പോൾ പോയതാ, കുടുംബം ബന്ധൊക്കെ പറഞ്ഞു പോയതാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആശാരി. എഞ്ചിനീയറോ? അനിസ്നഇൽ ഫുൽക ബിഅഅയുനിനാ വവഹയിനാ, എൻ്റെ മേൽനോട്ടത്തിൽ എൻ്റെ നിർദ്ദേശപ്രകാരം നീ കപ്പലുണ്ടാക്കണം. ഇതാണ് കൽപ്പന. ഇവിടെ ഒരു വിഷയമുണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോളൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട വിഷയമാണ്, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പോയിന്റേ പറയുള്ളൂ, സമയമില്ല നമുക്ക്.
മുഅ്മിനീങ്ങളായ, ശ്രദ്ധിക്കണേ, മുഅ്മിനീങ്ങളായ മുവഹിദുകളായ ആളുകൾ ശിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയപ്പോൾ. കാരണം ഈ കപ്പലിൽ കയറാതെ അള്ളാഹു മുക്കിക്കൊന്നവരെ പരിശുദ്ധ ഖുർആൻ വിളിച്ചിരിക്കുന്ന പേര് കാഫിർ എന്നാണ്. എന്ത് തെറ്റിന്റെ പേര്? സാധാരണഗതിയിൽ കാഫിറായി നമ്മൾ കാണുന്നതിൽ ഒന്ന് ഹിന്ദുക്കൾ, നസാറാക്കൾ, ജൂതന്മാർ, മജൂസികൾ, കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെ ആരാ? 900 മതങ്ങൾ. ഇതാണ് കാഫ്. ഇതിലേതാണ് നൂഹ് നബിന്റെ കാലത്തുണ്ടായ മതം? അതെ, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ച് ഹവപ്രകാരം ഇസ്ലാമിനെ വേറൊരു മുഖമുണ്ടാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കൂട്ടക്കാർ. വൃത്തം കിട്ടിയ നിങ്ങൾക്ക്? നൂഹ് നബിയുടെ കാലത്ത് ഈ പറയപ്പെട്ട കാഫിർ എന്ന് വിളിക്കപ്പെടാൻ ഏത് മതത്തിന്റെ വക്താക്കളെയാണ് അള്ളാഹു കാഫിർ എന്ന് വിളിച്ചത്? മുസ്ലിമീങ്ങളെ. കാരണം ഈ മതങ്ങൾ മൊത്തം ഉണ്ടാവുന്ന പിന്നെയാണ്. ജൂതമതം മുസ്ലിമിന്റെ കാലശേഷം, നസാറാക്കള് ഈസ്ലമിന്റെ കാലശേഷം, പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ഇപ്പൊ പോകുന്ന മതം. അന്ന് ഒരൊറ്റ ദീനാണ്. കാനന്നാസു ഉമ്മതൻ വാഹിദ, ഒരൊറ്റ സമൂഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശീസുൻ നബിയുല്ലാഹ്, ആദം നബിയുല്ലാഹ്, ഇദ്രീസ് നബിയുല്ലാഹ്, ശീസുൻ നബിയുല്ലാഹ്. ഇതിനപ്പുറത്തൊരു മതം അവർക്ക് അറിയ പോലുമില്ല. പക്ഷെ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആൾക്കാർ അള്ളാഹു വിളിച്ചു, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹ്, ഈ കാഫിരീങ്ങളിൽ ഒരൊറ്റ ഒന്നിനെ പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ നീ നശിപ്പിച്ചേക്കണേ. നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചാരെന്നറിയോ? വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, ഈ 5 മഹാന്മാരുടെ ജാറങ്ങൾ ഉണ്ടാക്കി ഷഹാദത്തിനെ ബാത്തിലാക്കി ശിർക്ക് ചെയ്ത മുസ്ലിമീങ്ങളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ 5 പേരും അസ്മാഉ റിജാലിൻ സാലിഹീൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച സാലിഹീങ്ങളായ ഔലിയാക്കളായ 5 പേരുടെ പേരുകളായത്. അവരുടെ ജാറങ്ങൾ ഉണ്ടാക്കി അവരുടെ നേർച്ചയും വഴിപാടും വെച്ച് അവരെ അള്ളാഹുവിന് പകരക്കാരാക്കിയ തെറ്റ് വന്നപ്പോൾ അവരാരായി? കാഫിറായി. ഇന്ന് അതേ ജോലി ചെയ്യുന്ന ആള് കാഫിറോ മുസ്ലിമോ? നമ്മളെന്തിനാ അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്നു? മിമ്മാ ഖതീഅതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലൂ നാറ. അവർ ചെയ്ത തെറ്റ് കാരണത്താൽ അവർ മുക്കി കൊല്ലപ്പെട്ടു. നാളെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്താ അവർ തെറ്റ്? ശിർക്കെന്ന തെറ്റ് മാത്രം. ബാക്കി അവർ മൊത്തം ഇസ്ലാമിലുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശിർക്ക് കോംപ്രമൈസ് ഇല്ലാത്ത തെറ്റാണ്. ഓരോ അഡ്ജസ്റ്റ്മെന്റും അതിന്റെ മുമ്പിലില്ല. കാരണം അവർ കാഫിറാണ്. അല്ലാഹു, വ്യക്തികളുടെ കാര്യം നമ്മൾ പറയണ്ട. അറിയായിട്ടായിരിക്കുമല്ലോ, ശൈത്താൻ എല്ലാം അറിയുന്ന ആളല്ലേ. ഹിദായ. അതുകൊണ്ട് നമ്മളെപ്പം ദുആ ചെയ്തോളൂ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മറിക്കുന്നവനെ എൻ്റെ കൽബിനെ നീ സത്യത്തിൽ തെറ്റിക്കാതെ. ദുആ ചെയ്യും, അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. ഒരു പക്ഷേ വലിയ അല്ല, ലാസ്റ്റ് ടൈമിൽ കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇനി ഷെയ്ഖുൽ മശായിഖോ ഖാദി ഖുദാത്തോ തങ്ങളോ സയ്യിദോ അതോ ഇതോ ആരായാലും ശിർക്ക് വന്നവൻ കാഫിറാണ്, മുർത്തദ്ദാൻ, മുശ്രിക്കാ. ആര് വരെന്നറിയോ? കപ്പലിൽ കയറാൻ വിസമ്മതിച്ച് നൂഹ് നബിയുടെ മകൻ. യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. വ്യക്തമായിട്ട് പറഞ്ഞു, മോനെ കപ്പലിൽ കയറിക്കോ, വലാ തകുൻ, നീ പെട്ടുപോകരുത്. ആരുടെ കൂടെ? ഏതാ കാഫിർ? മുസ്ലിമീങ്ങളായ ശിർക്ക് ചെയ്ത ഔലിയാക്കളെ ജാറങ്ങൾ ഉണ്ടാക്കി പൂജിച്ചവരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചു. മോനെ, ആ കാഫിറിനപ്പുറം നീ പെട്ടുപോകണ്ട. പക്ഷെ ഇവൻ കുറച്ച് ടൈപ്പ് വേറെയാ. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഞാൻ ആ മലൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടും. നിങ്ങൾ പറയുന്നതെല്ലാം വെറും ഈ മലൻ്റെ മുകളിൽ ഏടെയാ വെള്ളം വരിക ഉപ്പ. പല അങ്ങോട്ട് പറയാൻ മോന്, മലൻ്റെ മുകളിലാണ് നൂഹ് നബി കപ്പലുണ്ടാക്കിയത്.
കുല്ലമാ മർറ അലൈഹി മലഉം മിൻ ഖൗമി, ആൾക്കാരിങ്ങനെ നടന്നു പോകും. നൂഹ് നബി കപ്പലിങ്ങനെ പണിയെടുക്കുക. ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞു, സുഫിയാൻ അസ്-സൗരി റഹ്മഹുല്ലാഹി എഴുതിയിട്ട് കാണാം, 100 കൊല്ലം മരം നട്ടുപിടിപ്പിച്ചു. തേക്കാണെന്നും പൈൻ മരമാണെന്നും തഫ്സീറിന്റെ കിതാബ് കാണാം. അല്ലാഹു അലം. അടുത്ത 100 കൊല്ലം കൊണ്ട് അതിനെ കൊത്തി മാറ്റി പലകകൾ ഉണ്ടാക്കി പണി പൂർത്തിയാക്കി. 300 കൊല്ലം പണിയെടുത്തു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയും, നൂഹേ എന്താ പരിപാടി? കപ്പലുണ്ടാക്കുന്നു. എവിടെ? മലൻ്റെ മുകളിലാണ്. മലൻ്റെ മുകളിൽ മനുഷ്യന്മാർ കപ്പലുണ്ടാക്കും. എന്നിട്ട് ഉള്ളി തള്ളിയിട്ട് ആരെങ്കിലും വെള്ളത്തിലേക്ക് ഇറക്കി തരിക. ഖാല ഇൻ തസ്ഖറു മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. കളിയാക്കാണല്ലേ, ഒരു ദിവസം വൈകാണ്ട് വരും, അന്ന് നിങ്ങൾ കളിയാക്കപ്പെടും. കാരണം ഇത് നൂഹ് നബിക്ക് തന്നെ അറിയില്ല. നൂഹ് നബിക്ക് അറിയില്ല ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഉന്തിയിട്ട് താക്ക്, ഇത് ആരാ വെള്ളത്തിലേക്ക് ഇറക്കി തരിക. മുകളിൽ നിന്ന് ഓർഡർ കിട്ടി, പണിയെടുത്തു, പണി പൂർത്തിയായി. അല്ലാഹുവേ കപ്പൽ ഞാൻ ഉണ്ടാക്കി. ഓക്കെ, നൂഹ് ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളോടെല്ലാം കയറാൻ വേണ്ടി പറ. ചില അഭിപ്രായത്തിൽ 80 പേര്, ചില അഭിപ്രായത്തിൽ 72 പേര്. 950 കൊല്ലം പണിയെടുത്തിട്ട് ആകെ കിട്ടി എത്ര? 80 ആളുകളെ. പിന്നെ നമുക്ക് എന്താ ടെൻഷൻ? നമ്മൾ ഈ ക്ലാസ് എടുത്തുനിന്ന് ആ ക്ലാസ് എടുത്തുനിന്ന് ആൾ കുറയുന്നു, ഒരു ടെൻഷനും വേണ്ട. ആ ആളുകളെ എത്തിക്കേണ്ടവനാരാ? നമ്മളെ കഴിവ് കൊണ്ടല്ല, നമ്മളെ കഴിവ് കേട് കൊണ്ടല്ല, നമുക്കൊന്നും ഇല്ലാത്ത കൊണ്ടല്ല. നൂഹ് നബിക്ക് കഴിവുകേട് കൊണ്ടാ. ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും ഞാൻ വിളിച്ചു അല്ലാഹുവേ. തുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ, പരസ്യ പ്രസംഗം നടത്തി. വഅസ്റർതു ലഹും ഇസ്റാറ, രഹസ്യമായിട്ട് പോയിട്ട് പറഞ്ഞു. കഴിവിൻ്റെ പരമാവധി വിളിച്ചു റബ്ബേ. അവസാനം കപ്പലിൽ കയറാൻ പറയുമ്പോൾ 80 ആൾ അല്ലെങ്കിൽ 70 ആൾ, വേറെ ആരുമില്ല. ഫമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് മാത്രമേ കപ്പലുള്ളൂ. നടുക്കത്തെ തട്ടിൽ മനുഷ്യന്മാർ, ഏറ്റവും മുകളിൽ മൃഗങ്ങൾ. അതും മിൻകുല്ലിൻ സൗജൈനി ഇസ്നൈൻ, ഇണകളെ കയറ്റാൻ പറഞ്ഞു. കാരണം ഭയങ്കര പ്ലാനുണ്ട് റബ്ബിന്. ഏറ്റവും മുകളിലെ തട്ടിൽ ഇണകൾ, മൃഗങ്ങൾ, ഇണകളുണ്ട്, എല്ലാം ഇരണ്ടെണ്ണം. ഏറ്റവും താഴെ പക്ഷിപറവാദികൾ, എല്ലാം ഇണകളാണ്. എന്തിനാണെന്നറിയോ? ഒരു പുതിയ ലോകം അല്ലാഹു ഉണ്ടാക്കാൻ പോവാണ്. ശിർക്ക് കൊണ്ട് മലീമസമായ ദുനിയാവിനെ മുക്കി നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഇനി പുതിയൊരു ഖൗം ഉണ്ടാകാൻ പോവാണ്. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ശരിക്കും ആദ്യത്തെ അബുൽ ബഷർ ആരാ? ആദം നബി, മനുഷ്യപിതാവ്. രണ്ടാമത്തെ മനുഷ്യപിതാവായിട്ട് അറിയപ്പെട്ട ആളാണ് നൂഹ് അലൈഹി സ്വലാം. എന്തുകൊണ്ട്? അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ മുസ്ലിം അല്ലാത്ത സർവരും നശിച്ചു. അവരുടെ നെസ്ല് പിൻതലമുറ പിന്നുണ്ടായിട്ടില്ല. പിന്നുണ്ടായത് മുവഹിദുകളുടെ തലമുറ മാത്രമാണ്. കറാൻ പറഞ്ഞു. അള്ളാഹുവേ പണിപൂർത്തിയായി. ഓക്കെ, അതെ. അതേസമയം നമ്മുടെ നാട്ടിലെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ദുർവാശി കാരണോ അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണോ ഇസ്തിഹാസ എന്നുള്ള പേരിലൊക്കെ ശിർക്ക് ചെയ്യുമ്പോൾ, പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരും അതാണ് ഞങ്ങളെ അടിസ്ഥാനം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരല്ല, പറയുന്നവർ. നാവ് കൊണ്ട് പറയുന്നവർ. നാവ് കൊണ്ട് പറയുന്നതിൽ കാര്യമില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ യഅലം ദഖലൽ ജന്ന. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിഞ്ഞുകൊണ്ട് ആര് പറഞ്ഞുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഫഅലം അന്നഹു. അപ്പം എന്താ അറിയണം? ഞാൻ എന്താ ഈ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താ, ഷർത്ത് എന്താ, ഫർദ് എന്താ? അതാണ് സെൽഫി സെൻ്ററിൽ നിന്ന് കിട്ടുന്നത്. സംഭവം മനസ്സിലായോ? അത് അറിയാണ്ട് ഇങ്ങനെ ലായില 1 കോടി പ്രാവശ്യം ലായിലെന്ന് പറഞ്ഞു. മാഫി ഫൈദ, ഒരു കാര്യമില്ല. അവർ പ്രഖ്യാപിച്ചവരല്ല, നാവുകൊണ്ട്. പിന്നെ അറിവില്ലായ്മ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അതും ഈ കാലത്ത്, സോഷ്യൽ മീഡിയൻ്റെ ഈ കാലത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ നോ, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഉദറായിട്ട് പരിഗണിക്കപ്പെടുകയേ ഇല്ല. അതെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അള്ളാഹുവിന് എന്താ ഒരു മതിപ്പ് കൊടുക്കാത്തതെന്നാണ്. ഇത്രയും ചെയ്തു തന്നിട്ട് ഇതെല്ലാം അള്ളാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ട് പിന്നെന്താ ഇതിന് മാത്രം നിങ്ങൾ പിന്നോട്ട് പോകുന്നു? ഒരു മതിപ്പ് വേണ്ട ആ റബ്ബിനോട്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബഅ സമാവാതിൻ. പിന്നെ പറയുന്ന റുബൂബിയത്താണ്, അള്ളാഹു ചെയ്തു വെച്ച കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തിട്ടും എന്തേ നിങ്ങൾ ആ റബ്ബിൻ്റെ ഒരു മതിപ്പ് കൊടുക്കാത്തത്? റബ്ബിന് കൊടുക്കേണ്ട മതിപ്പ് ഒന്നേ ഉള്ളൂ, എന്താണ്?
തൗഹീദാണ്. ഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹിനോടുള്ള ഒറ്റ ഹക്കേ ഉള്ളൂ, അത് തൗഹീദാണ്. അതൊക്കെ ചെയ്ത് അവർ അംഗീകരിച്ചു. ആര്? ആ ഉണ്ട്. അവിടെ വേറെ കാരണം വെച്ചാൽ ഈ കഴിഞ്ഞു പോയ എല്ലാവരും ഈ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലും ഇതൊന്ന് ആകാശം സൃഷ്ടിച്ചതോ ഭൂമിയെ സൃഷ്ടിച്ചതോ ഇത് ഉണ്ടാക്കിയതോ അള്ളാഹു അല്ല എന്ന് പറഞ്ഞ ഒരാൾ പോലും കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് വലിയ അത്ഭുതം. എല്ലാവരും എന്തെങ്കിലിച്ചിട്ടുണ്ട് റബ്ബ് അല്ലാഹുവാണ്. കാരണം എന്താ അറിയോ, അത് അന്ന് ജനിക്കുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ട് അലസ്തു ബിറബ്ബിക്കും ഖാലു ബല. ഫിർഔൻ തന്നെ അല്ലാഹു പറഞ്ഞു ഓന്റെ മനസ്സിൽ എന്തുണ്ട്, ഞാൻ റബ്ബാണെന്നുണ്ട്, ഒന്നാവുകൊണ്ട് വെറുതെ പറഞ്ഞു മാത്രമേ ഞാൻ റബ്ബ് എന്ന്. അത് അംഗീകരിക്കാൻ പറ്റൂല എല്ലാ ആൾക്കാരും. അതുകൊണ്ട് അള്ളാഹുവിനെ തള്ളിപ്പറയലും ഇതൊന്നും ചെയ്ത് അള്ളാഹു അല്ലാന്ന് പറയലും അല്ല ശിർക്ക്. അതെല്ലാം അംഗീകരിച്ചിട്ടും ആ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ വരുന്നതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു അൽ ഖവായിദുൽ അർബഅ. ഇൻഷാല്ലാഹ് ഉസൂൽ സലാസ കഴിഞ്ഞ് നമുക്കതുണ്ട് ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ. അതിൽ നാലാമത്തെ ഖായിദ എന്താ അറിയോ, ഇന്ന മുശ്രികൈ സമാനിനാ ഹാദാ, ഈ കാലഘട്ടത്തിലുള്ള ശിർക്ക് ചെയ്യുന്നവർ അശദ്ദു വഅഗ്ലദു ശിർകൻ, ഏറ്റവും വൃത്തികെട്ട കടുകടുത്ത ശിർക്കിന്റെ ആൾക്കാരാണ് മുൻഗാമികളെക്കാൾ. എന്തുകൊണ്ട്? കാനൂ യഅബുദൂനൽ നസ, അവർ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ജാറങ്ങളെയും അള്ളാഹുവിന് പുറമേയുള്ളവർ വിളിച്ചത് എപ്പോഴറിയോ, ഫിർറഖ, നല്ല സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ശിർക്ക് ചെയ്യും. എന്നാൽ ശുദ്ധത്തിലോ ബുദ്ധിമുട്ട് വന്നാലോ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹ് തന്നെ വിളിക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നല്ല അവസ്ഥയിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും വിളിക്കുന്നവരെ തന്നെ അള്ളാഹു അല്ലാതെ തന്നെ. കേട്ടില്ലേ, മടവൂരിനെ വിളിച്ചാൽ മതി വരും, കേൾക്കുന്ന എപ്പോഴാണെങ്കിലും. റഹ്മത്തുള്ളാഹി കാസിമി പേരൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞു പോവാൻ, ചങ്ങായി പറഞ്ഞിട്ടുണ്ടാണ് ഏതോ ഹോസ്പിറ്റലിൽ ICUയിൽ വന്നിട്ട് ഇതെല്ലാം കട്ടാക്കി കൊടുത്തിട്ട് രാത്രി പോയി. ആര്? CM. മൂപ്പരെല്ലാം കേൾക്കുന്നുണ്ടോന്നും ആ ലേറ്റസ്റ്റ് അതാണ്. അതുകൊണ്ട് അള്ളാഹിനെ നിഷേധിച്ചതല്ല, അള്ളാഹിനെ അംഗീകരിച്ചിട്ടാണ് ഈ നൂഹ് നബിയുടെ ഖൗമി വർത്താനം പറഞ്ഞത്. ശരി, അള്ളാഹുവിനെ കപ്പലുണ്ടാക്കി, ശരി, എന്നാൽ പിന്നെ കാത്തിരുന്നോളൂ. വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ, ഇനി എന്നോട് ഇവരെ പറ്റി നീ പറയരുത്, ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി രക്ഷപ്പെടുത്താൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് നടപടി ഉണ്ടാവില്ല. നീ ആൾക്കാരോട് കയറാൻ പറഞ്ഞോളൂ. മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി, കത്തിക്കൊണ്ടിരുന്ന അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരെ വെള്ളം പുറത്തേക്ക് വന്നു. വെള്ളം ഇങ്ങനെ പൊങ്ങി 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 ഇല്ല കേട്ടിരുത്തിയിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾ കാത്തിരിക്കുക, എന്തായി നടക്കാൻ പോകുന്നത്, എന്തായി സംഭവം, മലൻ്റെ മുകളിൽ നമ്മളുള്ളത്, എന്താ ചെയ്യുക. വെള്ളം വന്നു. വെള്ളം വരുന്ന ഇപ്പം പ്രത്യേകിച്ച് വിശദീകരിക്കണ്ടല്ലോ, നാട്ടിൽ കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ടുവരും. മലൻ്റെ മുകളിലെത്തി, കപ്പൽ ഇങ്ങനെ ഇളകി പർവ്വതം കണക്കെയുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പലിനെ നാം സഞ്ചരിപ്പിച്ചു. അവരെ വഹിച്ചുകൊണ്ട് ആ കപ്പൽ നീങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് മോൻ കണ്ടത്, യാ പുനയ്യർക്കം മാനം, കയറുമോനെ, ഞാൻ കയറിക്കോളാം, ആടൊന്നും എത്തൂല. അതിൻ്റെ അപ്പുറത്തും എത്തി. ഫക്കാന മിനൽ മുഖറക്കി, നശിപ്പിച്ച് ഈ കയറിയവരല്ലാത്ത ബാക്കി സർവ്വതും നാമാവിശേഷമായി. പിന്നീട് ഉണ്ടായത് പുതിയ ദുനിയാവാണ്, പുതിയ ആൾക്കാരാണ്. അവിടെ നിങ്ങോട്ട് പിന്നെ മുവഹിദുകൾ മാത്രമാണ്. വഫാറത്തന്നൂർ. അലി ഇബ്നു അബീ ത്വാലിബ് ഒരു തഫ്സീറിൽ ഈ തന്നൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു നദിയാണ് എന്നൊരു തഫ്സീർ ഖുർത്തുബിയിലുണ്ട്. അല്ലാഹു അഅലം. ഇസ്രായേലത്തെ അഹ്ലു കിതാബിൽ നിന്ന് കിട്ടിയതാവാം, അല്ലാഹു അഅലം. എന്തായാലും അതാണ് കപ്പൽ. ആ കപ്പലിനെ പറ്റി ഈ പറഞ്ഞത് അന്ന ഹമൽന ദുരിയതഹു ഫിൽ ഫുൽക് അൽ മശ്ഹൂൻ. മശ്ഹൂൻ എന്ന് പറഞ്ഞാൽ എന്താ? നിറക്കപ്പെട്ട കപ്പൽ. ഈ മുഅ്മിനീങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഹീദിനെതിരെ പ്രവർത്തിച്ചവരെ നശിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ, വിജയിച്ച ചരിത്രം ഇല്ല. പക്ഷെ തീരുമാനം വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതം നല്ല സുഭിക്ഷമായിരിക്കും, അതിലവർ വഞ്ചിതരാകും, അങ്ങനെ തന്നെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും. ഖൈർ.
അങ്ങനെ നിറക്കപ്പെട്ട കപ്പലിൽ അള്ളാഹു അവരെ സഞ്ചരിപ്പിച്ചതും വഹിച്ചതും നമുക്കെന്താണ്? പാഠമാണ്, മാതൃകയാണ്. ഖൈർ. എന്നിട്ടോ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, അവർക്ക് സഞ്ചരിക്കാൻ പാകത്തിന് അതേപോലത്തതിനെ നാം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ വേറെ വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൂഹ് നബിയുടെ കപ്പലിനെ സംബന്ധിച്ച് തന്നെയാണ് ഈ പറഞ്ഞത് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരായത്തുണ്ട്. അള്ളാഹു പറഞ്ഞു വെച്ചു, വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ തജ്രി ബിഅയുനിനാ, നാം അവരെ ചുമന്നത് അലാ ദാതി അൽവാഹിൻ, പലകകൾ കൊണ്ടുണ്ടാക്കപ്പെട്ട, വദുസുർ, പലകകൾ ആണികളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു കപ്പലിലായിരുന്നു. അതല്ല പറഞ്ഞത് മാതൃകയാണല്ലോ ഇത്. നൂഹ് നബിന്റെ കപ്പൽ മിമ്മിസ്ലിഹി മാ യർകബൂൻ, അതേപോലത്തെ ഉണ്ടാക്കണം. അതിന് ആ കപ്പൽ അവന് കണ്ടിട്ടില്ല. പക്ഷെ അതെന്താണ് എന്നുള്ള പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ്? വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ, പലകകളും ആണികളും വെച്ചുകൊണ്ടുള്ള കപ്പലിലാണ് നാം അവരെ ചുമന്നത്. അപ്പൊ ഇവർക്ക് എന്ത് മനസ്സിലായി? കപ്പൽ ഉണ്ടാക്കേണ്ടത് പലക വെച്ച് ആണിയടിച്ച് ടാറ് പൂശി നൂഹ് നബിന്റെ കപ്പലിന്റെ മുൻഭാഗം കൂർപ്പിച്ചതായിരുന്നു എന്നും കാണാം തഫ്സീറിൽ, താരീഖിന്റെ കിതാബിൽ. സംഭവം മനസ്സിലായോ? മിമ്മിസ്ലിഹി മാ യർകബൂൻ, അള്ളാഹു നിർമ്മിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ കപ്പലുകളും ബോട്ടുകളും ഇറക്കി കൊടുത്തു എന്നല്ല. ആ നൂഹ് നബിന്റെ കപ്പൽ ഇങ്ങനെയാ നിർമ്മിക്കപ്പെട്ടത് എന്ന് വേറെ ആയത്തിലൂടെ പറഞ്ഞു കൊടുത്തു. അത് വെച്ചുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു? ഓരോ കാലത്തിനും അനുസരിച്ചുള്ള രീതിയിൽ കപ്പലുകളും മറ്റും നിർമ്മിച്ചു. ഇനി നിങ്ങളിപ്പോൾ ഈ നിർമ്മിച്ചു ഓടുന്ന കപ്പലുണ്ടല്ലോ, ഇനി അത് ഇങ്ങോട്ട് വന്നു റബ്ബ്, അതേപോലത്തെ കപ്പലുകളും ബോട്ടുകളൊക്കെ നാം എന്ത് ചെയ്തു? അവർക്ക് നിർമ്മിച്ചു കൊടുത്തു. ഇനി ഇങ്ങോട്ടായി. അങ്ങനെ നിങ്ങൾ ആ കപ്പലും ബോട്ടും ഒക്കെ നിർമ്മിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം, ആർത്തിരമ്പുന്ന തിരമാലന്റെ മുകളിൽ ആ കപ്പൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നിർത്തിയത് കൊണ്ടാണ്. നിങ്ങൾ നിൽക്കൂല. നമ്മളൊരിക്കൽ ലക്ഷദ്വീപ് പോയി, അവിടെ അകത്തിയിലൊരു പള്ളി ഉദ്ഘാടനം. അങ്ങനെ ഈ വലിയ കപ്പലിൽ നിന്ന് ബോട്ടിലാണ് ദ്വീപിലേക്ക് പോവുക. ദ്വീപിൽ തിരിച്ച് കപ്പലിലേക്കും ബോട്ട് പോകണം. അപ്പം ബോട്ടിൽ പോകുമ്പോൾ സുബ്ഹാന റബ്ബി അല്ലാല, ചില തിരമാലകൾ വന്നിട്ട് ബോട്ടിനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കാണ്. നമ്മൾ അപ്പോൾ നമ്മളെ കൂടെ സുഹൃച്ചുമ്പത്തിനുണ്ട്, ലായിലായില്ല പറഞ്ഞോളി, ലായിലായില്ല ഉറക്കം ചൊല്ലിക്കോളി. മൂപ്പർ പേടിച്ചു, കാരണം അമ്മാതിരി തിരമാലകളായി വരുന്നത്. പക്ഷെ നമ്മളപ്പോൾ നോക്കിയത് കപ്പിത്താൻ്റെ ആ ബോട്ട് ഓടിക്കുന്ന ആളെ മുഖത്തേക്കാണ്. അവർക്കെന്തില്ല, ഒരു ഭാവമാറ്റവും ഇല്ല, ഒരു കൂസലും ഇല്ല. അത് കാണുമ്പോൾ ചെറിയൊരു, കാരണം അവർക്ക് ഓടിക്കാനറിയാം. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഭയങ്കരമായ തിരമാലകൾ. നിങ്ങൾ കപ്പിത്താനെ നോക്കിയിട്ട് സമാധാനപ്പെട്ടില്ലേ? നമ്മുടെ അടുത്ത് പറയും പോലെ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കുമായിരുന്നു. പക്ഷെ ഞാൻ മുക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? രക്ഷപ്പെടുന്നത്. ഫലാ സ്വരീഖ ലഹും, എന്താ അർത്ഥം പറഞ്ഞ നമ്മൾ? സഹായി, മുഹീസ്. ആടെന്ന് അട്ടഹസിച്ചിട്ട് ആര് കേൾക്കാനാ? ടൈറ്റാനിക് ലോകത്തെ മൊത്തം വെല്ലുവിളിച്ചോണ്ടല്ലേ, റബ്ബിനെ വരെ വെല്ലുവിളിച്ചോണ്ടല്ലേ അതങ്ങോട്ട് ഇറക്കിയത്. ഒറ്റ രാത്രി കൊണ്ട് നുഗ്രിഖുഹും, ഹായ് ഹായ് ഹായ്, നാം അതിനെ മുക്കിക്കളഞ്ഞു. ഇന്നും എത്ര കപ്പലുകൾ മുങ്ങുന്നു ഈ വിവര സാങ്കേതിക രംഗത്ത് മുമ്പന്തിയിൽ നിൽക്കുന്ന ഈ കാലത്ത്. എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എത്ര മുങ്ങിപ്പോകുന്നു. നാം ഉദ്ദേശിച്ചാൽ അവിടെ അട്ടഹാസം കേട്ട് വന്ന് അവരെ സഹായിക്കാനൊന്നും ഒരാളുമില്ല, ആരുമില്ല. ഈ സഹായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താ? ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും തുറമുഖത്തുനിന്ന് ഏതെങ്കിലും കപ്പൽ വേറെ വന്നിട്ടല്ല, അള്ളാഹു ഇല്ലാത്തവരെ. പിന്നെ എങ്ങനെ CM വന്നിട്ട് വിമാനം താത്തെടുത്ത്? ഫലാ സരീഖൽ എന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇവൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. CM വന്നിട്ട് വിമാനം റംബയിൽ ചിറക് പിടിച്ചിട്ട് ഇറക്കിട്ടെന്ന് പറഞ്ഞ് ബദരീങ്ങൾ വന്നിട്ട് കപ്പൽ കയറ്റിയ വേറെ സംഭവം പറയുന്നുണ്ട്. ബദരീങ്ങളെ വിളിച്ചു, അപ്പൊ എന്ത് ചെയ്തു? അവര് വന്നിട്ട് കപ്പൽ ഉന്തി 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 ഏത് കരക്ക് കയറ്റിയെന്ന്. അള്ളാഹു തൗഹീദുൽ ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. ഫലാ സരീഖ ലഹും, ആർക്കും രക്ഷപ്പെടുത്താൻ വരാനൊന്നും കഴിയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരുമല്ല. പക്ഷേ രക്ഷപ്പെട്ട് തുറമുഖത്തേക്ക് വന്ന് കരക്കടിയുന്നുണ്ടെങ്കിൽ ഇല്ലാ റഹ്മതൻ മിന്നാ, അതൊറ്റ എൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. സുബ്ഹാനല്ലദീ
കയറിയിരിക്കുമ്പോൾ പറയണ്ടേ, സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഇതിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബെത്ര പരിശുദ്ധൻ. ഇത് കീഴ്പ്പെട്ട് കിട്ടണ്ടേ? നമ്മളെ കൈ, രണ്ട് കൈ കൊണ്ടല്ലേ മനുഷ്യൻ ഇതിനെ ഓടിക്കുന്നത്. ഓ മതാഅൻ ഇലാ ഹീൻ. എന്താ മതാഅൻ? ജീവിതോപാധികൾ. കുറച്ചും കൂടി ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാനുള്ള അവസരം മോനുണ്ടത്രേ, അതുകൊണ്ടാ തിരിച്ചു വന്നത്. ഇലാ ഹീൻ, ഇനി വന്നാൽ തന്നെയും എത്ര കാലം ഉണ്ടാവുള്ളൂ? അവരുടെ അവധി കഴിയുന്നവർ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ പോകേണ്ടവരാണ്. ഇതാണ് റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ആയത്തിനെ ആയത്തായി കണ്ട് റബ്ബിനെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. പിന്നെ നമുക്ക് ഫിക്കിലേക്ക് കടന്നാലും ഇൻഷാ അല്ലാഹ് ഒരു ചായയെല്ലാം കൊടുക്കാൻ തോന്നുന്നു. നമുക്കെന്തായാലും വേണേ. ബിസ്മില്ലാ, ശ്രദ്ധിച്ചോളെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞേ? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹു തആല എന്ന പ്രഗത്ഭനായ പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്രദമായ രീതിയിൽ സിഫത്തു സലാത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നക തറാഹാ മിനത് തസ്ലീം മിനത് തക്ബീരി ഇലത് തസ്ലീം. തക്ബീർ ചൊല്ലാൻ തൊട്ട് സലാം വീട്ടുന്നവരെ നിനക്ക് കണ്ണുകൊണ്ട് നോക്കി കാണുന്ന തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. അതിന് അദ്ദേഹം സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ എന്ത് ചെയ്തു? ഒന്ന് ചുരുക്കി. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ കിതാബ്. ഒന്നാമത്തെ വിഷയം ഇസ്തിഖ്ബാലുൽ കഅബ. നിസ്കരിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലാണ്? കഅബക്ക് മുന്നിടുക, ഖിബലന്റെ നേരെ മുന്നിടുക. എന്തായാലും നാട്ടിൽ നിന്ന് വന്നിനാ? ഞാനിപ്പോൾ എടുക്കാണ്ടിരുന്നാൽ ഇതാടത്ത് നമുക്ക് തീരും, പിന്നെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടാവില്ല. കിതാബ് വായിക്കാൻ ശ്രദ്ധിച്ചോ. ഇദാ ഖുംത അയ്യുഹൽ മുസ്ലിം, ഏ മുസ്ലിമേ, നീ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നാൽ ഇല സ്വലാ, നീ ആദ്യം ചെയ്യേണ്ടത് ഫസ്തഖ്ബിലിൽ കഅബ, കഅബക്ക് മുന്നിടണം, ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് നിൽക്കണം. അത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ്. അഥവാ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാമത്തെ ജോലി ഖിബലക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഹൈസു കുന്ത, നീ എവിടെയാണെങ്കിലും ഖിബല ഏതാണ് എന്ന് അന്വേഷിക്കണം, തിരയണം, കണ്ടെത്തണം, അതിന് നേരെ തിരിഞ്ഞ് നിൽക്കണം. ഫിൽ ഫർദി വൻ നഫ്ലി, ഫർദാവട്ടെ സുന്നത്താവട്ടെ. അപ്പോൾ ഫർദ് നിസ്കാരത്തിലായാലും സുന്നത്ത് നിസ്കാരത്തിലായാലും ഖിബലക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് മാത്രമേ നീ നിസ്കരിക്കാൻ പാടുള്ളൂ. വരുന്നുണ്ട്, മസല വരും ഇൻഷാ അല്ലാഹ്. ഇത് നിസ്കാരത്തിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിലും ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഇതിനെ നിസ്കാരത്തിൻ്റെ റുക്കനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം തുടക്കം മുതൽ അവസാനം വരെ വേണ്ടുന്ന സാഹചര്യം എതിരായാൽ മസല മാറും. പക്ഷേ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സാദാ സീദാ നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഏത്? ഖിബലക്ക് മുന്നിടുക, തുടക്കം മുതൽ അവസാനം വരെ. അഥവാ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ നിസ്കരിക്കുന്ന ഒരാൾ ഖിബലക്ക് മുന്നിട്ട് വേണം നിസ്കരിക്കാൻ. വഹുവ റുക്നുൻ മിൻ അർകാനിസ് സ്വലാ അല്ലതി ലാ തസിഹു സ്വലാത്തു ഇല്ലാ ബിഹാ. അതുകൊണ്ടല്ലാണ്ട് നിസ്കാരം സഹീഹാവുകയില്ല. നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ കഅബ. ഇത് ഒന്നാമത്തെ മസ്അല. ഒരു നിസ്കരിക്കുന്ന ആള് ഫർളാവട്ടെ സുന്നത്താവട്ടെ തുടക്കം മുതൽ അവസാനം വരെ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് വേണം നിസ്കരിക്കാൻ. അത് നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. മനഃപൂർവ്വം അതിനെ ഒഴിവാക്കിയാൽ അവൻ്റെ നിസ്കാരം സഹീഹാവുകയില്ല. ഒന്ന്. എന്നാൽ വയസ്കുതു,
ഇസ്തിഖ്ബാലു, ഈ കിബിലക്ക് മുന്നിടുക എന്നുള്ളത് വേണ്ടാന്ന് വെക്കാം. ആർക്ക്? അനിൽ മുഹാരിബി ഫി സ്വലാത്തിൽ ഖൗഫി വൽ ഖിതാലി ശദീദ്. രണ്ടവസ്ഥയിൽ നിസ്കരിക്കുന്ന ആൾ. ഒന്ന്, ഭയം ശക്തമായ സന്ദർഭം. ഏതൊക്കെ ആവാം എന്ന് പറഞ്ഞ്? യുദ്ധസമയത്താവാം, പിന്നെ എന്തെങ്കിലും ജീവികൾ ആന ഓടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്തേ പറ്റൂ? പോയിന്റ് നോട്ട് ചെയ്യണേ. അപ്പോഴും നിസ്കാരം ഒഴിവാക്കാനുള്ള അവസരമില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മാപ്പ് തരട്ടെ. പേടി ശക്തമായി ഫിഖഹിന്റെ കിതാബുകളിൽ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് എങ്ങനെ നിസ്കരിക്കണം എന്ന രീതി വരെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനുണ്ട്, ഫൽതഖും ത്വായിഫത്തും മിൻഹും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നിസ്കാര സമയമായാൽ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം, അവിടെ വരെ ജമാഅത്തായി നിസ്കരിക്കാനുള്ള രൂപം ഖുർആനിൽ ആയത്തിറക്കി റബ്ബ് പഠിപ്പിച്ചു. അപ്പം എത്ര ഗൗരവമുണ്ട് നോക്കിയ നിസ്കാരത്തിന്. അങ്ങനെ പേടി ശക്തമായിട്ടുള്ള സന്ദർഭം, യുദ്ധക്കളത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയമോ ഉള്ള ഒരാൾ, അതല്ലെങ്കിൽ കിബിലക്ക് മുന്നിടാൻ സാധിക്കാത്ത തരത്തിൽ രോഗം കൊണ്ടോ മറ്റോ അശക്തനായ ഒരാൾ, തിരിയാൻ കഴിയില്ല അങ്ങോട്ട്, അല്ലെങ്കിൽ സ്വന്തം തിരിയാൻ കഴിയില്ല, തിരിക്കാനുള്ള ആളില്ല, അശക്തനാണ്, അങ്ങനെ സാഹചര്യത്തിൽ പെട്ടുപോയി. ഔ മൻ കാന ഫിസ് സഫീന, അല്ലെങ്കിൽ അവൻ കപ്പലിലാണ് ഉള്ളത്, എങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ തിരിഞ്ഞേക്കാം. അവിസയ്യാറ, അല്ലെങ്കിൽ എവിടെയുള്ളത്, കാറിൽ പോയിക്കൊണ്ടിരിക്കാൻ, എപ്പോഴൊന്നും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ലേ. അവിത്തായിറ, അല്ലെങ്കിൽ എവിടെയുള്ളത്, ഫ്ലൈറ്റിൽ. ഈ പറയപ്പെട്ട രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരാള് അയാൾ നിശ്ചിത സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിന്റെ സമയം തീർന്നു പോകുമെന്ന് പേടിച്ചാൽ മസ്അല മാറും. മനസ്സിലാക്കണേ, നിസ്കാര സമയം തീരുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങും. ളുഹറാണ്, അസ്റുബാങ്ക് എത്ര മണിക്ക്? ഇപ്പം 3:15, 3:30, 3:30 കൂട്ടിക്കോ. അയാൾ 3:20 എന്ത് ചെയ്യും? സ്ഥലത്തെത്തും. അങ്ങനത്തെ ആളല്ല. പക്ഷെ ഇവന് പേടി, ഇനിയും ഇങ്ങനെ നിന്നാൽ എന്താവും? ളുഹറിന്റെ ടൈം കഴിഞ്ഞു പോകും. അങ്ങനെ പേടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇസ്തിഖ്ബാലുൽ ഖിബ്ല പ്രശ്നമല്ല. എങ്ങോട്ടാണെങ്കിലും എന്ത് ചെയ്തോളണം? തിരിഞ്ഞിട്ട് നിസ്കരിച്ചോളണം. അവിടെ എന്താ പ്രശ്നം? നിസ്കാരമാണ് പ്രശ്നം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം എന്തുണ്ട്? ഖിബ്ല അറിയാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടുപോയാൽ, അന്വേഷിച്ചു കണ്ടെത്താൻ പറ്റിയില്ല, ചോദിക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയിപ്പോയാൽ നിസ്കാരത്തിൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പ് സ്ഥലത്തെത്തുമെങ്കിൽ കാത്തിരിക്കുക, എന്നിട്ട് കിഴക്ക് മുന്നിട്ട് നിസ്കരിക്കുക. സമയം പോകും എന്ന് പേടിച്ചാൽ എവിടേക്കാണെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കുക. സൗദി എയർലൈൻസിൽ അശക്തനാണ്. ആജിസ്, അശക്തനാണ്, കയ്യില, എങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. ആജിസ്. അവിടെ എയർ ഹോസ്റ്റസിനോട് വാശി പിടിച്ചിട്ട് ഉന്തി തള്ളി എനിക്ക് നിസ്കരിച്ചേ പറ്റൂല, അതാണ് തീവ്രവാദി. മനസ്സിലായോ? ഓനാണ് ആര്? തീവ്രവാദി. ഇസ്ലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? നീ ഇരുന്നിട്ട് നിസ്കരിക്കുക പോയി, അഭിയോഗം പറയാം, അതും ശരിയാണ്, എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിയണം. അതിൻ്റെ പേരാണ് തീവ്രവാദം. മനസ്സിലായല്ലോ? അല്ലാണ്ട് ഇത് ആടി വെക്കലല്ല എന്ത് തീവ്രവാദം. ഇനി വഅമ്മൻ കാന യുസല്ലി നാഫിലതൻ ഔ വിത്ര, ഒരാൾ നഫിൽ നിസ്കരിക്കുന്നു, സുന്നത്തല്ല നഫിൽ. മൽ ഫർഖു ബൈനഹുമാ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയമോ എണ്ണമോ ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം. ദുഹ, ഇഷ്റാഖ്, റവാത്തിബ്, ഇതൊക്കെ സുന്നത്താണ്. നഫിൽ വെറുതെ ഇരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾ. ഔ വിത്രൻ, അല്ലെങ്കിൽ എന്ത് നിസ്കരിക്കുന്നു? വിത്ര നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കാരണം യാത്രയിലും എന്ത് നിസ്കരിക്കണം? സുധാഹിത്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിത്ര യാത്രയിലും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ നഫിലോ വിത്രോ നിസ്കരിക്കുന്ന ഒരാൾ വഹുവ യസീറു റാകിബൻ ദാബത്തൻ ഔ ഗൈറഹ,
മൃഗത്തിൻ്റെ മേലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഒക്കെയാണ്, യാത്രയിലാണ്. അയാൾ യുസ്തഹബ്ബുലഹു, അവന് മുസ്തഹബാണ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, ഇദാ അംകൻ, സാധിച്ചാൽ അയ്യസ്തഖ്ബില ബിഹ, ഖിബലക്ക് മുന്നിടൽ. ഇപ്പൊ കാർ ഓടിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക്. ഖിബിലവിടെ വരിക ലെഫ്റ്റ് സൈഡാണ് വരിക. നമ്മൾ വടക്കോട്ടല്ലേ പോകുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഖിബില വരും. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നഫ്ൽ നിസ്കരിക്കാൻ തോന്നി. അങ്ങനെയുള്ളവന് സുന്നത്താണ് കാറൊന്ന് നിർത്തി എന്ത് ചെയ്തു, പടിഞ്ഞാറോട്ട് വെച്ചിട്ട് കൈകെട്ടി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഓടിച്ചു പോവുക. സംഭവം മനസ്സിലായോ? സാധിച്ചാൽ നഫിലോ വിത്രോ നിസ്കരിക്കുന്ന യാത്രക്കാരൻ വാഹനത്തിൽ വെച്ച് ഖിബലക്ക് മുന്നിടൽ സൗകര്യപ്രദമാണെങ്കിൽ സുന്നത്താണ്. എപ്പോൾ? ഇന്ദ തക്ബീറത്തിൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് മാത്രം. പിന്നെ എങ്ങോട്ടാണോ വാഹനം പോകുന്നത് അങ്ങോട്ട് പോയതിനെ കൊണ്ട് പ്രശ്നമില്ല, നിസ്കാരം സഹിഹാണ്. 3 മസല പറഞ്ഞു. ഒരു സാദാ സീതാ നിസ്കാരക്കാരൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തുടക്കം മുതൽ അവസാനം വരെ ഖിബലക്ക് മുന്നിട്ടേ നിസ്കരിക്കാവൂ, ഇല്ലെങ്കിൽ നിസ്കാരം സഹിഹല്ല. എന്നെ അറിയാത്ത സ്ഥലമാണ്, പുതിയ ഫ്ലാറ്റിൽ കയറി ആദ്യം എന്ത് ചെയ്യണം, എവിടെയാണ് ഖിബല എന്നുള്ളത് നോക്കണം, അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം. എന്തെങ്കിലും സാമഗ്രികളും മെഷീനോ മറ്റോ ഉണ്ടെങ്കിൽ, കോമ്പസോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഫോണിൽ തന്നെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് നോക്കിയിട്ട് ഖിബലക്ക് മുന്നിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. രണ്ടാമത്തെ മസല, എന്നാൽ ഖിബലക്ക് മുന്നിടാൻ സാധിക്കാത്ത ഒരാൾ അശക്തനാണ്, ഒന്നുകിൽ പേടിയുള്ള സമയം, അല്ലെങ്കിൽ യുദ്ധക്കളത്തിലാണ്, അതല്ലെങ്കിൽ പറയപ്പെട്ട പോലെ കപ്പലോ പ്ലെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യാണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഖിബലക്ക് മുന്നിടാൻ സാധിക്കും. അല്ലെങ്കിൽ രോഗിയാണ്, ഓനെ തിരിച്ചു കടത്താനോ പിടിക്കാനോ ആരുമില്ല, ഒറ്റക്കാണ്. അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഖിബലക്ക് മുന്നിടുക എന്ന നിബന്ധന ഇല്ലാതെയാവും. എങ്ങോട്ടാണോ നിസ്കരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിസ്കരിക്കാം. 3, നഫ്ലോ വിത്രോ നിസ്കരിക്കുന്ന ഒരാൾ യാത്രക്കാരനാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തെങ്കിലും സാധിച്ചാൽ ഖിബലക്ക് മുന്നിടൽ സുന്നത്താണ്. പിന്നെ അങ്ങോട്ട് ബാക്കി നിസ്കാരം എങ്ങോട്ടാന്ന് വെച്ചാൽ പൂർത്തിയാക്കിയാലും പ്രശ്നമൊന്നും ഇല്ല. നഫിലും വിത്റിലും മാത്രം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒട്ടകപ്പുറത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട, ഇല്ലില്ല, മടക്കി നിസ്കരിക്കണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പറയും, മടക്കി നിസ്കരിക്കേണ്ട നിസ്കാരം ഓക്കെയാണ്, എല്ലാം അങ്ങനെ തന്നെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, അതാണ് ദീൻ. അദ്ദീനും അവിടെയാണ് യുസ്ർ, അല്ലാണ്ട് തൗഹീദിലല്ല യുസ്ർ. എനിക്ക് കേട്ടോളൂ, വയജിബു, നിർബന്ധമാണ്. ഖിബലക്ക് മുന്നിടുക എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഐനുൽ കഅബ, മറ്റൊന്ന് ജിഹത്തുൽ കഅബ. നേരെ കഅബന്റെ നേരെ ഒന്ന്, മറ്റൊന്ന് കഅബയുടെ ഭാഗത്തേക്ക്. ഇങ്ങനെ 2 തരത്തിലാണ് ഖിബല. ആരാണ് നേർക്ക് നേരെ കഅബക്ക് ഇസ്തിഖ്ബാൽ ചെയ്ത് നിസ്കരിക്കേണ്ടത്? കുല്ലു മൻ കാന മുശാഹിദൻ ലിൽ കഅബ, കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ കഅബക്ക് നേരെ തിരിയൽ നിർബന്ധമാണ്. കഅബന്റെ ഭാഗത്തേക്കായാൽ പോരാ. ഇപ്പം മസ്ജിദുൽ ഹറാമിലൊക്കെ നിസ്കരിക്കുമ്പോൾ കഅബ കാണും നമ്മൾ, എന്ത് ചെയ്യണം? ആ കഅബന്റെ നേരെയാവാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും മാർബിൾ കറക്റ്റ് ഖിബലയിലേക്ക് തിരിച്ചിട്ട് പാകിയിട്ടുള്ളത്. ആ മാർബിൾ അനുസരിച്ച് നിന്നാൽ കഅബന്റെ നേരെ ആയിക്കോളും, അത് വാജിബാണ്. വഅമ്മാ മൻ കാന ഗൈറ മുശാഹിദിൻ ലഹ, എന്നാൽ കഅബ നേർക്ക് നേരെ കാണാത്തൊരു മുസല്ലി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഫയസ്തഖ്ബില ജിഹതഹ, എന്തായാ മതി? കഅബന്റെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പള്ളി പണിയുമ്പോൾ എങ്ങനെ പണിയും? ഭാഗത്തേക്കായാൽ മതി. അത് എന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് കുറച്ച് തെറ്റിക്ക്, പിന്നെയും കുറച്ച് തെറ്റിക്ക്, എല്ലാം കൂടി തെറ്റി 10 ആൾ നിൽക്കേണ്ട സഫ അവസാനം നോക്കുമ്പോൾ 6 ആക്കേ നിൽക്കാൻ പറ്റും. കാരണം എന്താ? കഅബന്റെ നേരെ ആവാൻ നോക്കിയിട്ട് തിരിച്ച് പള്ളി ഇങ്ങനെ ആയിപ്പോയി. അതിൻ്റെ കാര്യമൊന്നുമില്ല. കഅബ കണ്ണുകൊണ്ട് കാണുന്നവർക്കാണ് നേരെ കഅബയാവൽ നിർബന്ധം. അല്ലാത്തവർക്ക് എന്തായാൽ മതി? കഅബന്റെ ഭാഗം. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗം ഏതാ? പടിഞ്ഞാറ് ഭാഗത്തേക്കായാൽ നമ്മളുടെ ഖിബല ആയി. ഇവിടെയോ? ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഈ ഐനുൽ കഅബ എന്നൊരു കൺസെപ്റ്റാണ്. വേണ്ട, ജിഹത്തുൽ കഅബ. കഅബ പടിഞ്ഞാറോട്ടാണ്. ആ ആ ഏകദേശം 2.5 മീറ്ററാണ്. ഈ 2.5 മീറ്ററിൽ 90 ഡിഗ്രി നിൽക്കുകയാണെങ്കിൽ ഒരു 5 ആൾക്ക് നിസ്കരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ കോൺ തിരിഞ്ഞാൽ 3 ആൾക്ക് നിസ്കരിക്കാൻ പറ്റും. കഅബന്റെ ഭാഗത്തേക്കായാൽ മതി. ജിഹത്തുൽ കഅബ പടിഞ്ഞാറോട്ടായാൽ മതി. പടിഞ്ഞാറോട്ടായാൽ മതി.
മതി. ആ റൂമിൽ നിന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എങ്ങനെയാണ് നിൽക്കുക അങ്ങനെ നിസ്കരിച്ചാൽ മതി. അവിടെയാണെങ്കിൽ ഇവിടെ എങ്ങോട്ടാ കാബ? പടിഞ്ഞാറാ ബഹ്റൈനിൽ? അല്ല, ഭാഗം, കാബയുടെ ഭാഗം പടിഞ്ഞാറാണല്ലേ. മദീനക്കാർക്ക് വടക്ക് കിഴക്കാണ് അവർക്ക് വരിക. തെക്ക് പടിഞ്ഞാറ് അല്ല, കിഴക്ക് പടിഞ്ഞാറല്ല, തെക്ക് വടക്ക് മദീനക്കാർക്ക് വരിക. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു അവരോട്, നിങ്ങൾ ശരിക്കൂ ഔ ഖരീബു, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തിരിയണം. കിതാബിൽ വായിക്കും റസൂലുള്ളാഹി പറയുന്നത് പടിഞ്ഞാറോട്ട് തിരിയണം കിഴക്കോട്ട് തിരിയണം, അത് കിബിറിൻ്റെ നേരെ തിരിയാനല്ലേ പറയുന്നത് പറയും. സംഭവം എന്താ? മദീനക്കാരോടാ പറയുന്നത്. കണ്ട ഉസ്താമാരുടെ അടുത്ത് നിന്ന് ഹദീസ് പഠിക്കാൻ പാടുള്ളൂ പറയും. അർത്ഥം വായിച്ച് പഠിച്ചാൽ എന്ത് പറയും? ഷെഡിക്കു ഖരീബു, പടിഞ്ഞാറോട്ട് നിൽക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലേ, പിന്നെ നിങ്ങളെന്തിനാ പടിഞ്ഞാറോട്ട് നിൽക്കാൻ പാടില്ല പറയുന്നത്? അത് പറഞ്ഞാൽ ആരോടാ? മദീനക്കാരോടാണ്. മദീനക്കാർക്ക് പടിഞ്ഞാറും കിഴക്കും ആയാൽ കിബിലക്ക് എതിരാവും, തെക്ക് വടക്കായാൽ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ആവും. അപ്പോൾ ഭാഗം ഏതാണോ അത് നോക്കുക. കാബ എവിടെ കിടക്കുന്ന സാധനമാണ്? നമ്മുടെ വരെ കിടക്കുന്നത് ഒന്നുമില്ല. എന്നാ പറയുന്നത് എത്രയോ, അതാ ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുന്നത്. എത്ര വീട് കഴിഞ്ഞിട്ട് നമ്മളെ വീട് വരുന്നത്? കടലും മരുഭൂമിയും കാടും മേടും കഴിഞ്ഞിട്ടാണ് പുര വരുന്നത്. ഒന്നും പ്രശ്നമില്ല. അതല്ല, തങ്കന്മാരെ പോയിട്ട് കണ്ടാൽ ചിലപ്പോൾ അവർ പറയും സംതിങ് റോങ്, പൊളിച്ചേക്കണം. ഒറ്റ വാക്കാണ്, അത് പൊളിച്ചേക്കണം. 40 കൊല്ലം ഉണ്ടാക്കിയ പുരയായിരിക്കും, വാപ്പൊട്ടും പൊളിക്കും ചെയ്യും. അതൊന്നുമില്ല. പക്ഷെ കാബാലയത്തിൻ്റെ മുന്നിൽ മത്താഫിലിരിക്കുമ്പം കാബൻ്റെ നേരെ കാല് നീട്ടുക, അതൊക്കെ ഒരു അനാദരവിൻ്റെ അടയാളമാണ്. അത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. ഇങ്ങോട്ടൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ബാത്റൂം ഇപ്പം ക്ലോസറ്റ് പടിഞ്ഞാറോട്ടേ വെക്കാൻ കഴിയും ചില കക്കൂസിൽ. ഇവരെന്ത് ചെയ്യും? പടിഞ്ഞാറോട്ട് വെച്ചിരുന്നേക്കണം. മറയിട്ടിരിക്കല്ലേ, മതിൽ കെട്ടി മറച്ചിരിക്കല്ലേ, അത് ചിത്രമല്ലേ, ഒരു പ്രശ്നമില്ല. വിശ്വാസമുള്ളതാണെങ്കിലോ തിരിച്ച് വെക്കുന്നതല്ലേ. പിന്നെ വെറുതെ പോയിരുന്നിട്ട് വെറുതെ എണീച്ച് വരേണ്ടി വരും. പരിപാടി നടക്കൂല, ടെൻഷനാവും. പടച്ചോനെ പടിഞ്ഞാറോട്ടാണല്ലോ റബ്ബേ, കാബിൻ്റെ നേരെയാണല്ലോ, ഇതെങ്ങനെയാ ചെയ്യുക? ടെൻഷനാവും. വിശ്വാസം നിൽക്കണ്ട, തിരിച്ചു വെച്ചിട്ട് ഇരുന്നാൽ മതി. സൗകര്യം പോലെ കൊണ്ടുവരും. വിശ്വാസം ഉണ്ടാക്കലല്ലേ ആണ് ജോലി. അവിടെ സൗകര്യപ്രകാരം പുരക്ക് സൗകര്യം എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ മനസ്സിലായല്ലോ, കാബൻ്റെ കണ്ട് നിസ്കരിക്കുന്ന ആൾക്ക് ഐനുൽ കാബ, കാബൻ്റെ നേരെ തിരിയണം. കാണാത്ത എവിടുന്നെങ്കിലും നിസ്കരിക്കുന്ന ആൾക്ക് കാബൻ്റെ ഭാഗം അയാളുടെ നാട്ടിൽ നിന്ന് എങ്ങോട്ടാണോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഖിബലക്ക് മുന്നിടൽ ആവും. ഇനി വഇൻ സല്ല ഇലാ ഗൈരിൽ ഖിബ്ല, ഒരാൾ ഖിബലയല്ലാത്തടത്തേക്ക് വേറൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഒന്നുകിൽ ഗൈമിൻ, മേഘം മൂടിയത് കൊണ്ട് ഓന് സൂര്യനെ കണ്ടില്ല, ദിക്ക് മനസ്സിലായിട്ടില്ല. ഔ ഗൈരിഹി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഓന് തിരിഞ്ഞിട്ടില്ല. ബഅദൽ ഇജ്തിഹാദി വത്തഹരി, അണ്ടർലൈൻ, അവൻ അവിടെ ചെന്ന് ഖിബല ഏത് ഭാഗത്തായിരിക്കുമെന്ന് അന്വേഷിച്ച് പരിശോധിച്ചിട്ട് ശേഷം ചില ആൾക്കാരോട് ചോദിച്ചു, ഫോൺ വെച്ച് നോക്കി, എന്നിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ഓൻ്റെ കഴിവിൻ്റെ പരമാവധി ഓൻ എന്ത് ചെയ്തു? ഖിബല നോക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അങ്ങനെ എങ്ങോട്ടെങ്കിലും നോക്കി നിസ്കരിച്ചാൽ ജാസത് സ്വലാത്തുഹു, അവരുടെ നിസ്കാരം സഹീഹ, ഒരു പ്രശ്നവും ഇല്ല. പലപ്പോഴും യാത്രയിലൊക്കെ അങ്ങനെ ആയി പോകാറുണ്ട്. ചില പള്ളികളിൽ ചെന്നാൽ നമുക്ക് മെഹ്റാബ് കണ്ടാലും അധികവും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മുസല്ല കണ്ടാലേ മനസ്സിലാവും. ചില പള്ളികൾ നമുക്ക് തിരിയേയില്ല, നേരെ ഉൾട്ട ചിലപ്പോൾ നമ്മൾ നിന്നുപോകും. പുറം പള്ളിയിലൊക്കെ മൊബൈൽ കോമ്പസും കൃത്യമല്ല കേട്ടോ. മൊബൈലിലെ കോമ്പസ് ഉണ്ടല്ലോ, അതും ചില സമയത്ത് കൃത്യമല്ല. കാരണം പല മൊബൈൽ ഒരുമിച്ച് വെച്ച് നോക്കിയാലും പലതിനും ചിലപ്പോൾ പല ദിക്കാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അന്വേഷിച്ച് ഇതൊക്കെ നോക്കി എന്നിട്ടും മനസ്സിലാവായിട്ട് എങ്ങോട്ടോ തിരിഞ്ഞു, ഓൻ്റെ നിസ്കാരം സഹിയാണ്. എന്നാൽ വലാ ഇആദത അലൈ, എന്ത് ചെയ്യണ്ട, നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടയും ആവശ്യമില്ല. അഥവാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായി എന്ത്, അല്ലാഹ് നേരെ വടക്കോട്ടാണല്ലോ ഇപ്പോൾ തിരിഞ്ഞത്, ഒരു പ്രശ്നമില്ല, നിസ്കാരം മടക്കേണ്ട കാര്യം. കാരണം നമ്മുടെ ഭാഗത്തുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്, പരിശ്രമിച്ചു, എന്നിട്ട് തെറ്റിപ്പോയതാണ്. എന്നാൽ വഇദാ ജാഅ മൻ യസിഖു ബിഹി വഹുവ യുസല്ലി, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം നമുക്ക് ഉറപ്പുള്ള ഒരു വിശ്വസ്തനായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോനെ നീ തെറ്റിയിട്ടല്ല, നേരെ ഉൾട്ട തിരിഞ്ഞോ. നമ്മൾ നിസ്കാരത്തിലാണ്, ഒരാൾ ബേക്കിൽ നിന്ന് വന്നു പറഞ്ഞു, ഫഅലൈഹി അയ്യുബാദിറ ഇല ഇസ്തിഖ്ബാലിഹാ, ഉടനടി എന്ത് ചെയ്തോളണം, അവൻ പറഞ്ഞ ഭാഗത്തേക്ക് നേരെ തിരിഞ്ഞോളണം. കാരണം എന്താ, നിസ്കാരത്തിൽ തന്നെ എന്ത് കിട്ടി, ഞാൻ തെറ്റിലാണുള്ളത്, ശരി ഇങ്ങോട്ടാണെന്നുള്ളത് കിട്ടി. മൈ യസിഖു ബി, ഉറപ്പുള്ള ഒരാൾ പറഞ്ഞാൽ
മറ്റേക്ക് കിട്ടണ്ട ആണെന്നും കൊണ്ട് തിരിഞ്ഞാൽ മതി. ഉറപ്പുള്ളതാണെന്ന് പറയാൻ കാരണം ചിലപ്പോൾ നമ്മുടെ നമുക്ക് പോയിട്ട് ഇവരെ കണ്ടിട്ടൊരു വഹാബി ലുക്കുണ്ട്, ഇവിടെ നിസ്കാരം നമുക്ക് വാത്തിലാക്കാമല്ലേ, എടാ നീ ശരിക്കും ഇങ്ങോട്ടാ തിരിയേണ്ടത്, മറ്റേ നമ്മളെന്ത് ചെയ്യും, ഒന്ന് പിടിച്ച്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണ്ട, നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. മയ്യത്തി കുബി, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ചങ്ങായിമാരോ അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു തന്നാൽ ഉടനെ തന്നെ തിരിയണം. വസലാത്തുഹു സഹീഹ, നിസ്കാരം എന്താണ്, സഹീഹാണ്. എപ്പാണെങ്കിൽ ലാസ്റ്റ് സലാം വീട്ടുന്നതിന് മുമ്പാണ് വന്ന് പറഞ്ഞെങ്കിലും തിരിയ, നിസ്കാരം സഹീഹാണ്. പറയണം, കാരണം അത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ് മൂപ്പർ തെറ്റിയിരിക്കുന്നത്. എന്തായാലും പറഞ്ഞ അയാളെ ഉറപ്പിക്കണം, കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. ചിലപ്പോൾ ദിക്ക് പറഞ്ഞാൽ തിരിച്ച വടക്കും കിഴക്കും അറിയാത്ത ആളാണെങ്കിലോ തിരിക്കന്നെ വേണ്ടും, അപ്പം പിടിച്ച് തിരിക്കന്നെ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സംഭവിക്കുന്ന കാണാറുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം മസല പറഞ്ഞു എന്നുള്ള ശ്രദ്ധിക്കുള്ളൂ, ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്ന്, ഖിബലക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ്. അതൊരാൾ തെറ്റിച്ചാൽ അയാളുടെ നിസ്കാരം സഹിയാവുകയില്ല, ബാത്തിലാവും. നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഖിബലക്ക് മുന്നിട്ട് നിൽക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് സൗകര്യം ഉള്ളവർക്ക്. രണ്ടാമത്തെ മസല, ഇനി ഒരാൾ പേടി കൊണ്ടോ യുദ്ധം കൊണ്ടോ അതല്ലെങ്കിൽ കപ്പൽ, പിന്നെ ഫ്ലൈറ്റ്, കാറ് പോലെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കാരണത്താലോ അല്ലെങ്കിൽ രോഗിയായി പോയത് കൊണ്ടോ കിബലക്ക് മുന്നിടുന്ന തൊട്ട് അശക്തനായാൽ, സാധിക്കാതിരുന്നാൽ അയാൾക്ക് ഏതു ഭാഗത്തേക്കും തിരിഞ്ഞ് നിസ്കരിക്കാം, കുഴപ്പമില്ല, അവൻ്റെ നിസ്കാരം സ്വഹീഹാകും. മൂന്നാമത്തെ മസ്അല, ഇനി ഒരാൾ വാഹനത്തിലാണ്, അയാൾ നഫിൽ നിസ്കരിക്കാനോ അതല്ലെങ്കിൽ വിത്ർ നിസ്കരിക്കാനോ ഉദ്ദേശിച്ചാൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തിലെങ്കിലും ഖിബലക്ക് മുന്നിടൽ മുസ്തഹബാണ്, നിർബന്ധമല്ല. ബാക്കി നിസ്കാരം എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമുള്ള സംഗതിയല്ല. ഏതാണ് നഫിൽ? മനസ്സിലില്ല, നേരത്തെ പറഞ്ഞു ഞാൻ. സമയവും പേരും പറയപ്പെട്ട പിന്നെ നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾ, ദുഹ സുന്നത്ത് നിസ്കാരമാണ്, ഇഷ്റാഖ് സുന്നത്ത് നിസ്കാരമാണ്, ഫർദിൻ്റെ മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങൾ സുന്നത്താണ്. ഇതാണ് സുന്നത്തിൻ്റെ കാറ്റഗറി. നഫ്ൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സമയമോ പേരോ ഒന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോൾ തോന്നി രണ്ടക്കാലത്ത് നിസ്കരിക്കാം, അതാണ് നഫിൽ. ആ നിസ്കാരമാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് ഖിബല നോക്കി കെട്ടൽ മുസ്തഹബാണ്, ബാക്കി എങ്ങനെയും ആവാം. പിന്നെയോ കഅബാലയം നേർക്ക് നേരെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് കഅബൻ്റെ നേരെ നിൽക്കൽ നിർബന്ധമാണ്. കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖിബലയുടെ ഭാഗം ആയാൽ അയാളുടെ നിസ്കാരം സഹീഹാവും. നിസ്കരിക്കുന്ന ഒരാൾ അയാളുടെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ കൈകെട്ടുകയും എന്നാൽ നിസ്കാരശേഷം ഖിബല തെറ്റിപ്പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്താലും അവിടെ നിസ്കാരം സഹീഹാണ്, ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഉറപ്പുള്ള ഒരാൾ വന്ന് നമുക്ക് ഖിബല ദിക്ക് കാണിച്ചു തന്നാൽ ഉടനടി ആ ദിക്കിലേക്ക് തിരിയണം, ബാക്കി നിസ്കാരം സഹീഹാണ്. ഫഹിംതും? മതിയല്ലേ? നമ്മളിവിടെ ഷിയാക്കളുടെ പള്ളിയുണ്ടല്ലോ, നമ്മൾ അഥവാ അറിയാതെ നമ്മൾ അവർക്ക് കയറി നമസ്കരിച്ചാൽ നജസ്സൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഓക്കെ. ആ, പ്രശ്നമില്ല, ഖബറൊന്നുമില്ലല്ലോ. ഹദീസാണ്, ഭൂമി മൊത്തം എനിക്ക് അള്ളാഹു പള്ളിയാക്കി തന്നിരിക്കുന്നു. വൃത്തിയും ശുദ്ധിയും ഖബറും ഉണ്ടോ നോക്കിയാൽ മതി, ഉണ്ടെങ്കിലും പറ്റൂല. പിന്നെന്താ അറിയോ, നമ്മുടെ നാട്ടിലെ ബോംബെയിലുള്ള ശേഖരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പള്ളി കഴുകും. അങ്ങനെയുണ്ട്. ഖൈറല്ലേ? അപ്പോൾ നാളെ നമ്മളുടെ അഖീദൻ്റെ ക്ലാസ് ഉണ്ട്, വരണം. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഏത്? അഖീദ പഠനം. അത് പരീക്ഷയിലും ഉണ്ടാവും, നല്ല പേടിച്ചിട്ടൊന്നും വരാണ്ടിരിക്കല്ല കേട്ടോ, പഠിക്കണം, അത് വന്ന് കേൾക്കണം ഇൻഷാ